ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് പ്രകാശ്. ബേസിക്കലി ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥനായിരുന്നു. ഒരു വർഷം റിട്ടയർ ചെയ്തു. ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഈ പ്രൊജക്റ്റിൽ വളരെ സീരിയസ് ആയിട്ട് ഞാൻ പാർട്ട് ചെയ്തേക്കാൻ, ഇത് ഇനിയുള്ള നമ്മുടെ ജീവിതത്തിന്റെ പ്രൊഫഷണൽ എടുക്കാൻ തീരുമാനിച്ചേക്കാൻ. എന്താ കാരണം വെച്ചാൽ, ഞാൻ 30 വർഷമായി ഗവൺമെന്റ് സർവീസിൽ കേരള സ്റ്റേറ്റിൽ ഒരു ഗസറ്റഡ് ഓഫീസറായിട്ട്, ഡിസ്ട്രിക്ട് ലെവൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അതിനുശേഷം ഇനിയുള്ള സമയം ഇത് രാജ്യത്തിന്റെ പുനർനിർമ്മാണത്തിന് ഏറ്റവും ഉതകുന്ന ഒന്നായി മനസ്സിലാക്കിയപ്പോൾ, ജനങ്ങളുടെ ആരോഗ്യവും സമ്പത്തും കാത്തുരക്ഷിക്കാൻ ഇത്തരം ഒരു ഓർഗനൈസേഷൻ ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ ശേഷം വളരെ സീരിയസ് ആയിട്ട് ഈ പ്രൊജക്റ്റിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ഇത് രാജ്യത്തെ എല്ലാ ജനങ്ങളും മനസ്സിലാക്കേണ്ട ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. ഏതൊരു വ്യക്തിക്കും ഇതിൽ സംരംഭകനാകാനും സാധിക്കും എന്നാണ് ഇതിന്റെ ഏറ്റവും രസകരമായ കാര്യം. നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുന്നത് തന്നെ നമ്മുടെ ജീവിതത്തിന്റെ സ്വപ്നങ്ങൾ നേടാൻ വേണ്ടിയും നമ്മുടെ ദൈനംദിന ജീവിതം ഓരോ കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നതിന് വേണ്ടിയാണ്. നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പല പല കാര്യങ്ങളും പലപ്പോഴും അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ ഒരുപക്ഷെ ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ അതിയായി വിശ്വസിക്കുകയാണ്. എൻ്റെ വിശ്വാസമാണ് ഞാൻ ഇതിനകത്ത് ഇത്രമാത്രം സീരിയസ് ആകാൻ കാരണം. കാര്യം ഇതൊരു എന്റർപ്രണർഷിപ്പ് എൻഹാൻസ്മെന്റ് പ്രോഗ്രാമാണ്, അല്ലെങ്കിൽ വലിയൊരു സംരംഭകത്വമാണ്. രാജ്യം സമ്പന്നമാകണമെങ്കിൽ തീർച്ചയായിട്ടും രാജ്യത്തെ ജനങ്ങള് സംരംഭകത്തെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. എല്ലാവരും എംപ്ലോയ്മെന്റിന്റെ പുറകെ പോകണം. ഞാനിപ്പോ എംപ്ലോയ്മെന്റിന്റെ പുറകെ 30 വർഷം നടന്ന വ്യക്തിയാണ്. രാജ്യത്തിന്റെ പുരോഗതിയിൽ നമുക്ക് ഗണ്യമായ മാറ്റം ഉണ്ടാക്കാൻ അതുകൊണ്ട് ഒരു പരിധിവരെ സാധിക്കുള്ളൂ. പക്ഷെ ജനങ്ങള് ഏറ്റവും കൂടുതൽ സംരംഭകത്വം ഒരു രാജ്യത്ത് നിലനിന്നാൽ മാത്രമേ രാജ്യം സമ്പന്നമായി തീരുള്ളൂ. അതുകൊണ്ട് എന്റർപ്രണർഷിപ്പ് ഒരു രാജ്യത്തിന് ഏറ്റവും അനിവാര്യമാണെന്ന് നമ്മുടെ മുൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം സാർ എപ്പോഴും പറയുന്നുണ്ടായിരുന്നു. ഇപ്പോഴും രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം തൊഴിലില്ലായ്മയാണ്. എസ്പെഷ്യലി നിങ്ങൾക്കറിയാം, ആഫ്റ്റർ കൊറോണ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ ഫേസ് എല്ലാ രാജ്യങ്ങളും ലോകമൊട്ടാകെ വലിയൊരു മാറ്റമാണ് വന്നിരിക്കുന്നത്. 2025 നമുക്കിപ്പോ കാണാൻ പറ്റുന്നുണ്ടാവും, പല പല പ്രശ്നങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ രാജ്യത്തിന്റെ എക്കണോമി ആകെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ് പല 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 രീതിയിലും, പല ഇഷ്യൂസ് കൊണ്ട്. അപ്പൊ നമുക്കിവിടെ രാജ്യത്തിന്റെ എക്കണോമിയെ പിടിച്ചെടുത്താനും ഉയർത്താനും സംരംഭകത്വം സഹായിക്കും എന്നാണ് വസ്തുത. എല്ലാവർക്കും അറിയാം. ഇത് എങ്ങനെ കൊണ്ടുപോകുമെന്ന് അറിയാമുണ്ടാവില്ല. ഞാനിത് കണ്ട ഒരു പ്രത്യേകത, ഇതിന്റെ ഉൽപ്പന്നങ്ങൾ ഞാൻ ആദ്യം ഉപയോഗിക്കാൻ തയ്യാറായി ഒരു 5 വർഷം മുമ്പേ. അത് ഞാൻ ഉപയോഗിച്ച് മനസ്സിലാക്കിയ ശേഷം അതിന്റെ ഗുണനിലവാരം എന്നെ അതിശയപ്പെടുത്തി. അത്രയും ഒരു ഗുണനിലവാരം ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിച്ച വ്യക്തിയല്ല ഞാൻ ഉപയോഗിക്കുന്ന സമയത്ത്. അവിടെ നിന്ന് ആരംഭിച്ച് പയറും പരിപ്പും കടലയും ഒഴിച്ചുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ഇതിലൂടെ ലഭിക്കുമെന്നുള്ള കാര്യം മനസ്സിലാക്കിയപ്പോൾ ആ ഉൽപ്പന്നങ്ങളെല്ലാം എൻ്റെ വീട്ടിൽ കഴിഞ്ഞ 5 വർഷമായി ഉപയോഗിച്ചിരുന്നു. എന്റെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഞാൻ ഷെയർ ചെയ്തു. അതിലൂടെ സംഭവിച്ച് ഏതാണ്ട് 7 കോടിയിലധികം രൂപയുടെ ബിസിനസ് അല്ലെങ്കിൽ വ്യാപാരം പ്രക്രിയ, കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ, വിനിമയങ്ങള് ഞാൻ ഒരു വ്യക്തി മുഖാന്തരം, എന്റെ വൈഫ് ലിഷ പ്രകാശാണ് എനിക്ക് ഇതിന്റെ യഥാർത്ഥ സംരംഭക. അദ്ദേഹത്തിന്റെ ഓർഗനൈസ് നടക്കേണ്ടായി കഴിഞ്ഞ 5 വർഷം കൊണ്ട്. അതെന്നെ വളരെയധികം ഇരുത്തി ചിന്തിച്ച ഒരു ഫാക്ടറാണ്. ഞാൻ നിങ്ങൾ ഷെയർ ചെയ്യും. നമുക്ക് അങ്ങനെ ഓരോരുത്തർക്കും പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെന്റ് നടത്താതെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടാണ് ബിസിനസ് ആരംഭിച്ചത്. എന്ന് പറഞ്ഞർത്ഥം നമ്മുടെ ഭാരതത്തിലെ എല്ലാ വ്യക്തികൾക്കും ഇത് ചെയ്യാൻ സാധിക്കുന്നുകൊണ്ടാണ്. അപ്പൊ അത്ര ലാളിത്യമാണ് എന്നെ ഇതിനകത്ത് ആകർഷിക്കാൻ ഒരു കാരണം. എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തി മിസ്റ്റർ ദിനേശ് നാരായണൻ. അദ്ദേഹം കോഴിക്കോട് സ്വദേശിയാണ്. നന്ദിയോടെ അദ്ദേഹം സ്മരിക്കുകയാണ്. ഒപ്പം അതിന്റെ പാർട്ണർ മിസ്റ്റർ ജിഷാദ് ബക്കർ. ഈ 2 പേരാണ് നമുക്കുള്ള ഗൈഡൻസും സപ്പോർട്ടും തന്നത്. പിന്നെ കമ്പനി, ഓർഗനൈസേഷനിൽ വരുന്ന അവർ സാധാരണ വ്യക്തികളാണ്. അവരുടെ ഓർഗനൈസേഷനിൽ വരുന്ന അവരുടെ സ്പോൺസേഴ്സ് ആയിട്ടുള്ള
ഫിലിപ്പ് സിംഗ് ആൻഡ് നീന ഫിലിപ്പ്. ഫിലിപ്പ് സാറ് ഒരു ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് എന്ന ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനിയിലെ ഒരു ഇന്ത്യൻ കമ്പനിയുടെ ഇന്ത്യൻ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ HAL, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, അവിടുത്തെ ചീഫ് എഞ്ചിനീയർ ആയിരുന്നു. അതിന് സ്പോൺസറിങ് വ്യക്തി ഒരു ചാർട്ടർ അക്കൗണ്ടായിരുന്നു, ഡോക്ടർ സുരേഖ ഭാർഗവ. കമ്പനി മോദിഗർ കമ്പനി, ആ മോദിഗർ ലിമിറ്റഡ് എന്നൊരു കമ്പനി, പബ്ലിക് ലിമിറ്റഡ് കമ്പനി 1986 സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ ചരിത്രമൊക്കെ പിന്നീട് പറയാം. എനിക്കിപ്പോൾ ആദ്യം പറയാൻ ഇൻട്രസ്റ്റിംഗ് പോയിന്റ്, രാജ്യത്തിന്റെ എക്കണോമിയിൽ ഈ ഒരു ബിസിനസ് വലിയ സ്വാധീനം ചെലുത്തും എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇൻട്രസ്റ്റിംഗിൽ ഇത് കഴിഞ്ഞൊരു കുറെ നാടിനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞൊരു 15 വർഷം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നല്ല രീതിയിൽ ചെയ്യാൻ തീരുമാനിച്ചത് ഇപ്പോഴാണ്. ഈ ഒരു കാര്യം കേട്ട് മനസ്സിലാക്കി ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചപ്പോൾ ഒരു നല്ല പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ സീരിയസ് ആയിട്ട് ചെയ്യാൻ തീരുമാനിച്ചു. കാര്യം ഒരു പ്രൊഡക്റ്റും പ്ലാനും ഒരു ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു ഘടകമാണ്. 21ാം നൂറ്റാണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ വികസിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. എന്താണ് അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പുറകെ തരുന്നുണ്ടാവും. എന്തിനു വേണ്ടി ഇത് ചെയ്യണം, എന്താണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് നേരിട്ട് പ്ലാനിലേക്ക് പ്രവേശിക്കാം. ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലാണ് ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ആദ്യമായിട്ട് ആരംഭിക്കുന്നത്, USA. അവിടെ ഇപ്പോ ഏതാണ്ട് 3000-ലധികം കമ്പനികൾ 3 ലക്ഷം കോടി വിറ്റുവരുള്ള രീതിയിൽ മാറുക. ആ രാജ്യത്തിന്റെ എക്കണോമിയിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്ത് ആ രാജ്യം സമ്പന്നമാകാൻ ഏറ്റവും സഹായിച്ചത് ഈ ഒരു ബിസിനസ് രീതിയാണ്. അന്ന് അവിടെ പഠിക്കാൻ പോയിരുന്ന നമ്മുടെ ഭാരതീയനായ മിസ്റ്റർ സമീർ മോഡി അവിടുത്തെ ഡെവലപ്മെന്റ് കണ്ട് ഇന്ത്യയിൽ വന്ന ശേഷം അദ്ദേഹം ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത് 1996-ലാണ്. അദ്ദേഹം മോദി ഗ്രൂപ്പിന്റെ ഇപ്പോഴത്തെ പാർട്ട്നേഴ്സിൽ കൂടിയാണ്. മോദി ഗ്രൂപ്പിന് വലിയ ഗ്രൂപ്പ് നിങ്ങൾക്ക് അറിയാം. മോഡി ടയർ, മോഡി സെറോക്സ്, മോഡി ഉത്താൻസ്, ആ ഒരു രീതിയിലുള്ള വലിയൊരു ഓർഗനൈസേഷനാണ്. ഓൾ ഓവർ ഇന്ത്യ, ഓൾ ഓവർ ദ വേൾഡ് അവിടെ 100-ലധികം രാജ്യങ്ങളിൽ ആ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. സോ അവിടെ പഠിച്ച ശേഷം തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് 24-ാം വയസ്സിൽ അദ്ദേഹം മോദി എന്റർപ്രൈസ് സ്ഥാപനം ഇന്ത്യയിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം, ആസാദി ഫോർ എവറി ഇന്ത്യൻ എന്ന രീതിയിൽ അദ്ദേഹം ആ മിഷനോട് ആരംഭിച്ച ഒരു ഓർഗനൈസേഷൻ. ഇന്ന് 29 വർഷമായി. 29 വർഷം രാജ്യത്തിന്റെ പുരോഗതിയിൽ വലിയൊരു പങ്ക് വഹിക്കാൻ അതിന് സാധിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ IDSAയുടെ സ്ഥാപക അംഗങ്ങളിൽ ഒരായിട്ട് മാറി. അപ്പോൾ അങ്ങനെ ആ ഒരു ലെവലിലാണ് ബിസിനസ് നീങ്ങുന്നത്. ഈ എന്താണ് ബിസിനസ്, എന്തിനു വേണ്ടി ബിസിനസ് ചെയ്യുന്ന കാര്യം നമുക്ക് ശ്രദ്ധിക്കാം. ഞാൻ നിങ്ങൾക്ക് ഒരു PPT സ്ലൈഡിലൂടെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. ഈ പ്രോഗ്രാമിന്റെ പേര് തന്നെ പരിവർത്തനം എന്നാണ്. ഈ ഫോട്ടോയിൽ കാണുന്ന അദ്ദേഹമാണ് മിസ്റ്റർ സമീർ മോഡി. ഈ പ്ലാൻ തന്നെ ഇൻഫിനിറ്റി പ്ലാൻ എന്നറിയപ്പെടുന്നു. അത് വലിയൊരു കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിന്. ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് ഏറ്റവും കൂടുതൽ ഗുണകരമാകുന്ന ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നിറച്ചതാണത്. ഒരു സംരംഭകനായിക്കൊണ്ട് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രൊഡക്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് വളർത്താവുന്ന ബിസിനസ്സാണ്. വേറെ ഇൻവെസ്റ്റ്മെന്റോ ഒന്നും നമുക്ക് ആവശ്യമില്ല. കടയോ ഓഫീസോ കൊണ്ടൊന്നും വേണ്ട. ഇറ്റ് ഈസ് മൈ കമ്മിറ്റ്മെന്റ് ടു യുവർ ലിമിറ്റ്ലെസ് സക്സസ്. നിങ്ങളെ വിജയത്തിന് വേണ്ടിയുള്ള യാതൊരു പരിമിതിയില്ലാതെ വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു വലിയ പാക്കേജാണ് അദ്ദേഹം നമുക്ക് മുമ്പിൽ നിവർത്തിക്കുന്നത്. നമുക്ക് എന്താണ് നമുക്ക് നോക്കാം. ഇത് പഠിക്കേണ്ട ഒരു വിഷയമാണ്. രാജ്യത്തിന്റെ പുരോഗതിക്ക് ഇത് വളരെയധികം ഗുണകരമാകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ ഒരു ആദ്യ വാക്കുണ്ട്. കാര്യം നമ്മൾ എന്തിനു വേണ്ടി വർക്ക് ചെയ്യണം എന്നൊരു കാര്യം വ്യക്തമായി നമ്മൾ അറിയണം. പലരും കാലത്ത് ഇപ്പൊ ഞാനൊക്കെ ജോലിക്ക് പോകുന്നുണ്ട്, ആ 10 തൊട്ട് 5 വരെ വർക്ക് ചെയ്യും, തിരിച്ചു പോരുന്നു. നമ്മൾ അവിടെ ജോലിയിൽ മാത്രം ഉൾപ്പെട്ട് നിൽക്കുക. അവിടെ നിന്നൊരിക്കലും നമ്മുടെ ജീവിതത്തിന്റെ ചെറിയ ചെറിയ സ്വപ്നങ്ങൾ പൂർത്തീകരിച്ച് പോകാം എന്നതിനപ്പുറം നമുക്ക് ജനിക്കുമ്പോൾ തന്നെ ഒരു 10-15 ദിവസത്തിലേക്ക് വലിയൊരു സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഓരോ വർഷം കഴിയുന്ന ആ സ്വപ്നങ്ങൾ ഓരോന്നും പൊഴിഞ്ഞു പൊക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കാരണം. നമ്മൾക്ക് ചെറിയൊരു ഇൻകം മാത്രമേ ഉള്ളൂ. ജോലി കിട്ടി ഒരു 23 വയസ്സിൽ 22 വയസ്സിൽ ജോലിക്ക് പ്രവേശിച്ചു. PSC വഴി കേരള സ്റ്റേറ്റിൽ ഒരു LD ക്ലർക്കായിട്ട് ജോയിൻ ചെയ്യുന്നു. ആ ഡിപ്പാർട്ട്മെന്റ് കേരള സ്റ്റേറ്റിൽ വർക്ക് ചെയ്ത ആ സമയത്ത് എനിക്ക് നല്ല എക്സ്പീരിയൻസും വളരെ ഇഷ്ടമായിരുന്നു ആ ജോലി. റിട്ടയർ ചെയ്തെങ്കിലും ഇപ്പോഴും ഞാൻ പറയുന്നത് എനിക്ക് ആ ജോലി എന്നെ വളരെയധികം ഒരുപാട് മാറ്റിയത് ആ ജോലിയാണ്. ഒരുപാട് നന്ദിയോടുകൂടി സ്മരിക്കുകയാണ് ഗവൺമെന്റിനും എല്ലാം.
അപ്പൊ ചെറിയ വരുമാനം കൊണ്ട് നമ്മുടെ സ്വപ്നങ്ങൾ ഇങ്ങനെ ഒരു വലിയ രീതിയിൽ നിൽക്കുക. അപ്പൊ നമ്മളെപ്പോഴും നമ്മുടെ ഒരു വീട് ചിന്തിക്കുമ്പോൾ തന്നെ ലോൺ വാങ്ങിച്ച് വീട് വെക്കുന്ന കാര്യം, അതിന് കടബാധം മിക്കവരും തീരുന്നത് പെൻഷനോട് കൂടിയാണ് ആ കടബാധ മുഴുവൻ തീരുന്നത്. എന്റെ ജീവിതം അത്ര ആ രീതിയിലായിരുന്നു. ഫാൻസി കാസ്, ഇഷ്ടപ്പെട്ട കാറ് വാങ്ങിക്കാൻ നമുക്ക് സാധിക്കില്ല. വേൾഡ് ടൂർ, ലോകം ചുറ്റിക്കറങ്ങാൻ പോയിട്ട് കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ചുറ്റിക്കണ്ട് പറ്റിയിട്ടുണ്ടാവില്ല. ദെൻ എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ, കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക. ഇന്ന് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ് എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ. അതിൽ നമ്മുടെ സ്വപ്നമാണ് നിൽക്കുക. അപ്പൊ അത് നമ്മൾ അതിനുവേണ്ടി ഒരുപാട് പൈസ മുടക്കാൻ എല്ലാവരും തയ്യാറാകുന്നുണ്ട്. കടമൊക്കെ വാങ്ങിച്ച് ലോണൊക്കെ എടുത്താണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. റെക്കഗ്നീഷൻ, പലപ്പോഴും നമുക്കറിയാം ഒരു ജോലിയിലും ഒരു വേറൊരു മേഖലയിൽ നമുക്ക് റെക്കഗ്നീഷൻ കിട്ടാൻ അത്ര എളുപ്പമല്ല ഇന്നത്തെ കാലത്ത്. ക്വാളിറ്റി ടൈം വിത്ത് ഫാമിലി, നമ്മുടെ കുടുംബാംഗങ്ങളൊത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വാങ്ങിച്ചു കൊടുത്ത് ഒരു സന്തോഷമായ ജീവിതം നയിക്കാഞ്ഞാല് ഇന്ന് വളരെ ടഫാണ്. ലോകം അത്രമാത്രം മാറി. ഇപ്പൊ നമ്മുടെ ചെറിയ വരുമാനത്തിൽ നിന്ന് വലിയ സ്വപ്നങ്ങൾ നേടാൻ അത്ര എളുപ്പമല്ല എന്നൊരു യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാം. പിന്നെ നമുക്ക് മറ്റൊന്നും കിട്ടാത്തതുകൊണ്ട് ആ ഉള്ള ജോലി കൊണ്ട് തൃപ്തനായി നമ്മൾ നിൽക്കുകയാണ്. ഇനി ഈ ജോലിയുടെ പ്രത്യേകത നമുക്കറിയാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു കണ്ടെത്തലുണ്ട്. ലോക പ്രശസ്തനായിട്ടുള്ള ഒരു എക്കണോമിസ്റ്റ് മിസ്റ്റർ റോബർട്ട് ടി കിയോസാക്കി എന്നൊരു വ്യക്തി, റോബർട്ട് ടി കിയോസാക്കി ലോകപ്രശസ്ത വ്യക്തിയാണ്. ഇദ്ദേഹം ഒരു ബുക്ക് എഴുതി, റിച്ച് ഡാഡ് പൂർ ഡാഡ് എന്നുണ്ട്. ആ ബുക്കിൽ അദ്ദേഹം ബിസിനസ് സ്കൂളിൽ നിന്ന് വേറെ ബുക്ക് എഴുതി. ഈ രണ്ട് ബുക്കിനകത്ത് അദ്ദേഹം നാരറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വരുമാനം വാങ്ങിക്കുന്ന ആളുകളെ നാലാക്കി തിരിച്ചുകൊണ്ട് അദ്ദേഹം ഒരു വേസ് ടു ഏൺ മണി എന്നൊരു രീതിയിൽ ബുക്ക് അദ്ദേഹം തയ്യാറാക്കി. ഇതിനകത്ത് എംപ്ലോയി, സെൽഫ് എംപ്ലോയി, ബിസിനസ് ഓണർ, ഇൻവെസ്റ്റർ 4 കാറ്റഗറി തിരിച്ചേക്കുക. അതില് എംപ്ലോയി എന്ന് അദ്ദേഹം പറയുന്നത് നമ്മളെപ്പോലെ വ്യക്തികൾ, ഒരു ബോസിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികൾ. അവർക്ക് വേറെ ജോലി ചെയ്യുന്നു, വരുമാനം കിട്ടുന്നു, അവരങ്ങനെ റോൾ ചെയ്തിരിക്കുകയാണ്, അതിനപ്പുറം വേറെ ഒന്നുമില്ല. ദെൻ സെൽഫ് എംപ്ലോയി എന്ന് പറയുമ്പോൾ അപ്പൊ അവർക്ക് എംപ്ലോയിക്ക് ഒരു എന്തുണ്ട്, അവർക്ക് തീർച്ചയായിട്ടും ഒരു ബോസിന്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. സെൽഫ് എംപ്ലോയി എന്ന് പറയുമ്പോൾ ഡോക്ടർ, ചാർട്ടർ അക്കൗണ്ട്, ലോയർ, ഒരു മേസൺ വർക്ക് ചെയ്യുന്ന വ്യക്തി, സ്കിൽഡ് വർക്ക് ചെയ്യുന്ന ഒരു വെൽഡ് ചെയ്യുന്ന വ്യക്തി, ഡ്രൈവിംഗ് സ്കിൽ അറിയാവുന്ന ഒരു വ്യക്തി, എല്ലാം ഈ സെൽഫ് എംപ്ലോയിൽ വരുന്നത്. ഇവരും വർക്ക് ചെയ്യുന്നവർക്ക് ബോസ് ഉണ്ടാവില്ല. ഒരു ഷട്ടർ ഓപ്പൺ ചെയ്യുന്ന വ്യക്തി, അദ്ദേഹത്തിന് ബോസ് ഉണ്ടാവില്ല. കാലത്ത് ഏറ്റവും നേരത്തെ തുറക്കുക, ഏറ്റവും വൈകി അടയ്ക്കുക. ഡോക്ടർ ആണെങ്കിൽ എത്ര പേഷ്യൻസ് ഉണ്ടോ ആ പേഷ്യൻസിനെ മുഴുവൻ നോക്കി തീർക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലയൻസ് എന്ന് പറഞ്ഞാല് ഡോക്ടർക്ക് സമീപം പേഷ്യൻസ് ആണ്. ലോയർക്ക് സംബന്ധിച്ചാലും കേസുമായിട്ട് വരുന്ന അവരുടെ ക്ലയൻസ് ആണ്. ചാർട്ടർ അക്കൗണ്ടിനെ സംബന്ധിച്ചാൽ അതിന് അക്കൗണ്ട്സ് നോക്കുന്ന ആൾക്കാരാണ്. ഇവർക്ക് ഇവർ വർക്ക് ചെയ്താൽ മാത്രമേ വരുമാനം കിട്ടുള്ളൂ. എംപ്ലോയിയും അവിടെ 10-5 വർക്ക് ചെയ്താൽ മാത്രമേ വരുമാനം കിട്ടുള്ളൂ. അപ്പൊ അതിന് പരിമിതി, ആ പരിമിതി ചെറിയ വരുമാനത്തിന് കിടും. ആ നേട്ടം മാത്രമേ അതിനുണ്ട്. അപ്പൊ അതിൽ ഒതുങ്ങിയുള്ള സ്വപ്നങ്ങൾ മാത്രമേ നേടാൻ സാധിക്കുള്ളൂ. സെൽഫ് എംപ്ലോയിക്കും അദ്ദേഹത്തിന് ഒതുങ്ങിയുള്ള ആ വരുമാനം, അദ്ദേഹത്തിന് കുറച്ചുകൂടി കൂടുതൽ സമയം മുടക്കാൻ പറ്റും. ആ സമയം കൂടുതൽ മുടക്കുന്നു. അദ്ദേഹം അപ്പോഴും രണ്ടുപേരും വർക്ക് ചെയ്യുന്നത് ആക്റ്റീവ് ഇൻകത്തിലാണ്. ഈ രണ്ടു കൂട്ടരും പ്രത്യേക കാര്യം, അവർക്ക് ആദ്യത്തെ കുട്ടികൾക്ക് ബോസ് ഇല്ല, ബോസ് ഉണ്ട്. രണ്ടാമത്തെ കുട്ടികൾക്ക് ബോസ് ഇല്ല എന്ന് വ്യത്യാസം മാത്രമേ ഉള്ളൂ. രണ്ടുപേരും അവർ കൊടുക്കുന്ന എഫർട്ടിനടുത്തുള്ള കൊടുക്കുന്ന 8 മണിക്കൂർ ആ മണിക്കൂറിനുള്ള വരുമാനം വാങ്ങിച്ച് ജീവിക്കുന്ന ചെറിയ സ്വപ്നക്കാരും പ്രത്യേകിച്ച് കൂടുതൽ ആഗ്രഹിക്കാൻ പറ്റാത്ത ആൾക്കാരാണ്. സെൽഫ് എംപ്ലോയിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ആയിരിക്കും. എങ്കിലും അവർ പരിമിതമായിട്ട് യാതൊരു സെക്യൂരിറ്റി ഇല്ലാത്ത 2 പേരും. ജോലി നഷ്ടപ്പെട്ടാൽ എല്ലാം പോകും, ജോലി കമ്പനി പൂട്ടിപ്പോയാൽ എല്ലാം പോകും, ഇവിടെ ക്ലയൻസ് ഇല്ലെങ്കിൽ എല്ലാം പോകും. ഷട്ടർ തുറന്ന് ബന്ധാണെങ്കിൽ അന്ന് വരുമാനമില്ല, ഒരാഴ്ച അസുഖമാണെങ്കിൽ വരുമാനമില്ല. അപ്പൊ അതാണ് ഈ ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത്. വർക്ക് ചെയ്താൽ മാത്രം, ഷട്ടർ തുറന്നാൽ മാത്രം, ക്ലയൻസ് തന്നെ മാത്രം, ആരെയോ ആശ്രയിച്ച് മാത്രം ജീവിക്കുന്ന ഒരു കൂട്ടരാണ് ആക്റ്റീവ് ഇൻകത്തിൽ നിൽക്കുന്നവരാണ് ഈ 2 കൂട്ടർ. ലോകത്തിന്റെ വരുമാനത്തിന്റെ 95% ആളുകളും വർക്ക് ചെയ്യുന്നത് ഇതിനകത്താണ്. വരുമാനം ഏൺ ചെയ്യുന്ന 95% ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഈ ഒരു ഭാഗത്താണ്. ഇനി വലതു ഭാഗത്തേക്ക് നോക്കാം. അവിടെ ബിസിനസ് ഓണർ, ഒരു 500-ലധികം എംപ്ലോയീസ് ഉള്ള ആളുകൾക്ക് നമുക്ക് ഒരു ബിസിനസ്സുകാരെന്ന് പറയാൻ പറ്റുള്ളൂ. കാര്യം അവര് ഒരു സിസ്റ്റത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇവര് അവിടെ അവരുടെ പ്രസൻസ് അവിടെ ആവശ്യമില്ല. ആദ്യത്തെ 2 കൂട്ടത്തിലേക്കും അവരുടെ പ്രസൻസ് അവിടെ കൂടിയേ തീരും. അവർക്ക് പകരം വേറെ ആൾക്ക് ചെയ്യാൻ സാധിക്കും. ഭർത്താവ് ഡോക്ടറാണ്, ഭാര്യ ഹൗസ് വൈഫാണ്. ഭർത്താവിന് പകരം ഭാര്യയ്ക്ക് പോയി ഇരിക്കാൻ പറ്റില്ല. ഷട്ടർ ഓപ്പൺ ചെയ്യുന്ന മിക്കവാറും ഒരാളാണ്, ആ വ്യക്തിയാണ് ഷട്ടർ ഓപ്പൺ ചെയ്യുന്നത്. വേറെ ആൾക്ക് അവിടെ പകരം വന്നിരിക്കാൻ പറ്റില്ല. കാര്യം എല്ലാ കാര്യം അറിയുന്നവരാണ്. അല്ലെങ്കിൽ ഇപ്പൊ 1-2 പണിക്കാരൊക്കെ വെച്ച് ചെയ്യുന്നുണ്ടാവും. അവർക്ക് അവരുടെ കാര്യങ്ങളെല്ലാം ഒരു ലിമിറ്റിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അവർക്ക് കാലത്ത് 8 തൊട്ട് വൈകിട്ട് 8 മണി വർക്ക് ചെയ്യാൻ സാധിക്കും. ടൈം ലിവറേജ് അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷെ ഇവിടെ ബിസിനസ് ഓണർക്ക് അങ്ങനെയല്ല. ഈസ് എ ടൈം ലിവറേജ് ഫാക്ടർ ഓൺ ചെയ്യുന്ന, സിസ്റ്റം ഓൺ ചെയ്യുന്ന വ്യക്തിയാണ്. ശരിക്കും പഠിക്കേണ്ട വിഷയമാണത്. പ്രോപ്പർട്ടി കേസൊക്കെ പറഞ്ഞേക്കണ ഈ ഒരു ഭാഗം വളരെ ടച്ചിങ്. ഈ ഇടതുവശത്ത് നിൽക്കുന്ന ഈ ആളുകൾക്ക്
വലതുവശത്തേക്ക് നീങ്ങാൻ പറ്റും? എന്തെങ്കിലും മാർഗമുണ്ടോ? ഇവിടെയാണ് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്ന ഈ ആശയത്തിന്റെ പ്രസക്തി വരുന്നത്. ബിസിനസ് ഓണർ എന്ന് പറഞ്ഞാൽ അധികം ഒരു 500ലധികം എംപ്ലോയീസ് ഉണ്ടാവും. അപ്പൊ 500ലധികം എംപ്ലോയീസ് ഒരു 10 ഡിവിഷനിൽ 10 മാനേജർമാരൊക്കെ ഉണ്ടെന്ന് കൂട്ടിക്കും. അപ്പോ അവിടെ സംഭവിക്കുന്നത് അത്രയും പേരുടെ 500 പേരുടെ ലിവറേജ് ഒരു ദിവസം 8 മണിക്കൂർ കിട്ടണമെങ്കിൽ 5×8 40 അത്രയും മണിക്കൂർ, അത്രയും ഇൻറ്റു 8 അത്രയും മണിക്കൂർ അതിന് ഒരു ദിവസം ലഭിക്കാൻ. അദ്ദേഹത്തിന് പ്രസൻസ് അവിടെ ആവശ്യമില്ല. അദ്ദേഹം ലോകത്ത് എവിടെ പോയിരുന്നാലും ആ സിസ്റ്റം ഒരു കമ്പ്യൂട്ടറൈസ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു സിസ്റ്റമൈസ്ഡ് പോണതുകൊണ്ട് കൃത്യമായിട്ട് അവിടെ പ്രൊഡക്ഷനും ബാക്കിയുള്ള കാര്യം നടന്നുകൊണ്ടു. അതിന് മോണിറ്ററിംഗ് മാത്രം നടത്താൻ എല്ലാ മാനേജേഴ്സും ഓഫീസേഴ്സും സിഎമ്മും ജിഎമ്മും ഒക്കെ അവിടെ ഉണ്ട്. അവർ റൺ ചെയ്യുള്ളൂ. ഇദ്ദേഹത്തിന് നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനത്തെ കുറേയധികം ഓണേഴ്സിനെ നിങ്ങൾക്ക് അറിയാം. 500 എംപ്ലോയീസ് ഉള്ള ആൾക്കാരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവരവിടെ നിൽക്കട്ടെ, ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല. നിങ്ങൾ നാട്ടിലുള്ള ഏറ്റവും സമ്പന്നമായ ആൾക്കാർ, അവർ സാധാരണക്കാരെ നോക്കണം. ഒരു സാധാരണക്കാര് വിദ്യാഭ്യാസം കൊണ്ട് റിച്ചായ ആളുകളല്ല. ഇത് പ്രത്യേകം അന്വേഷിക്കുന്ന മുന്നേ അവർക്ക് സിസ്റ്റം ഓൺ ചെയ്തുകൊണ്ട് മാത്രം അവർ രക്ഷപ്പെട്ടതാണ്. ഞാൻ എന്ത് പഠിച്ചു എന്നുള്ളൊരു പ്രസക്തിയില്ല. ഞാൻ ജോലി ചെയ്യുമ്പോൾ ജോലി ചെയ്യുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ എംപ്ലോയി ആണ്, ഒരു സെൽഫ് എംപ്ലോയി ആണെങ്കിൽ ആ കാര്യം മാത്രം നോക്കിയാൽ മതി. ഇത് പഠിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ലോകത്ത് ഏതൊരാൾക്കും ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു വലിയ സംരംഭകനാകാനുള്ള അവസരമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്ത ബിസിനസ്സാണ്. ഏറ്റവും കുറച്ച് രീതിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്ന രീതിയിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെ ഉണ്ട്. യാതൊരു റിസ്ക് ഫാക്ടറിനകത്തില്ല. നമുക്ക് ഇവിടെ കിട്ടുന്ന പ്രത്യേകത, ഈ വലതുഭാഗത്ത് കിട്ടുന്നത് പാസീവ് ഇൻകം ഓണേഴ്സാണ്. ഒരിക്കൽ പ്രവർത്തിച്ചിട്ട് മേ ബി 5 വർഷം പ്രവർത്തിച്ച ശേഷം അവർക്ക് വേണമെങ്കിൽ റിട്ടയർ ചെയ്യാം. ചെറുതും അവർക്ക് വേണമെങ്കിൽ അതേ നിൽക്കേണ്ട ആവശ്യമില്ല. ആ വരുമാനം വന്നുകൊണ്ടേയിരിക്കും, വളർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അതെന്താണ് മെത്തേഡ്, എന്താണ് രീതി? അപ്പൊ അങ്ങനെ ബിസിനസ് ഓണറായി നിങ്ങൾ കമ്പനി ഓണറായിട്ട് മാറുക. ഉണ്ടാ, കമ്പനി ഓണറായിട്ട് മാറാം, നിങ്ങൾ സ്വന്തം ഓണറായിട്ട് മാറാം, ഒരു വലിയൊരു സംരംഭമായിട്ട് മാറാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനോട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് സ്ഥലവും വീടും ഒക്കെ ഓൺ ചെയ്ത് അതിലുള്ള റെന്റൽസ് നിങ്ങൾക്ക് ലഭിക്കേണ്ട രീതിയിൽ ആക്കി മാറ്റുകയും ചെയ്യാം. അപ്പൊ ഇൻവെസ്റ്റർ ആകാനും പറ്റും. ഇതാണ് ലോകത്തിലെ 5% ആളുകൾ മാത്രമേ ഈ ഒരു ഭാഗത്തുള്ളൂ. ആദ്യം കാണിച്ച 2 ഭാഗത്തും 95% ആൾക്കാരും ആ ഭാഗത്താണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ അവർ ലോകത്തിന്റെ സമ്പത്തിന്റെ 5% മാത്രമേ, അല്ല ഇങ്ങനെ പറയാം, ഒരു 90% ആൾക്കാരും ഈ ഇടതുവശത്തേക്ക് ആൾക്കാരാണ്. അപ്പൊ ലോകത്തിന്റെ സമ്പത്തിന്റെ 10% മാത്രമേ ഏൺ ചെയ്യുന്നുള്ളൂ. ഇവിടെ ആകെ 10% ഉള്ളൂ. ലോകത്തിന്റെ സമ്പത്തിന്റെ 90% ഈ ബിസിനസ് ഓണറും ഇൻവെസ്റ്ററുമാണ് ഏൺ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പഠിക്കണ്ടേ, ഇവിടെ നിന്ന് ഇടതുവശത്ത് നിന്ന് എങ്ങനെ ഒരു എംപ്ലോയിക്കും സെൽഫ് എംപ്ലോയിക്കും ഒരു ബിസിനസ് ഓണർ ആകാനും ഇൻവെസ്റ്റർ ആകാനും പറ്റും. നിങ്ങളുടെ ചുറ്റുപാടും ശരിക്കും വീക്ഷിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് നോക്കാം എന്താ ഇതിന് മാർഗം, ഇതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ഒരു ആക്റ്റീവ് ഇൻകത്തിൽ നിന്ന് പാസീവ് ഇൻകത്തിലേക്ക് മാറാൻ ലോകത്ത് ഏറ്റവും സക്സസ്ഫുള്ളമായ ഒരു മെത്തേഡാണിത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി, അഥവാ ഡയറക്ട് സെല്ലിംഗ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി. ഇത് ഇന്ന് ലോകത്തെ ഏറ്റവും അധികം ആളുകളെ സമ്പന്നന്മാരാക്കിയ ഒരു ബിസിനസ് ആശയമാണ് എന്ന് സത്യം നമ്മൾ മനസ്സിലാക്കാം. എന്താ രീതി നോക്കാം. എന്താ ഡയറക്ട് സെല്ലിംഗ്, എന്താ ട്രഡീഷണൽ ബിസിനസ്? ഡയറക്ട് സെല്ലിങ്ങിനകത്ത് ട്രഡീഷണൽ ബിസിനസ് നമുക്കറിയാം, ഒരു കടയിൽ നമുക്ക് 100 രൂപയ്ക്ക് സാധനം ലഭിക്കുമ്പോൾ 100 രൂപ ലഭിക്കുന്ന സാധനത്തിന് അതിന്റെ റീറ്റെയിലർ കിട്ടുന്നത് 75 രൂപയ്ക്കാണ്. നമ്മുടെ നമുക്ക് 20 ലഭിക്കുന്നു. ആ റീറ്റെയിലർ ഷോപ്പ്, ആ ചെറിയ കടക്കാരന് എറണാകുളത്ത് അല്ലെങ്കിൽ ആ ഡിസ്ട്രിക്റ്റിലുള്ള ഒരു ഹോൾസെയിലർ മൊത്ത വിതരണക്കാരൻ സപ്ലൈ ആണ്, അദ്ദേഹത്തിന് അത് 65 ലഭിക്കുന്നു. കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലും സപ്ലൈ ചെയ്യുന്ന ഒരു വ്യക്തി, സംസ്ഥാനം ഒട്ടാകെ ഡിസ്ട്രിബ്യൂട്ട് വ്യക്തി ഉണ്ടാവും, ഇതിന് പ്രൊഡക്റ്റ് ലഭിക്കുന്നത് 45 രൂപയ്ക്കാണ്. കമ്പനിയുടെ ഓർഡർ ബോംബെയിലോ ഡൽഹിയിലോ ആയിരിക്കാം, അതിന് ലഭിക്കുന്നത് 35 രൂപയ്ക്കാണ്. അത്രയും കോസ്റ്റ് പ്രൈസ് ഉള്ളൂ. അതാണ് 100 രൂപയ്ക്ക് നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ എത്തിക്കാൻ വേണ്ടി ചില പരസ്യ കമ്പനികൾ മത്സരിക്കുന്നുണ്ട്. ആ പരസ്യ കമ്പനി പല പരസ്യം ടി വി കാണും. നമ്മൾ ആ പരസ്യങ്ങൾ നമ്മൾ സാധനം വാങ്ങിക്കുന്നു. ദാറ്റ്സ് എനർജി ഓഫ് മൈ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുമ്പോൾ ആ എനർജി എന്ന് പറഞ്ഞ് ആ സംസാരിച്ച് വരുന്ന ആ വ്യക്തി ഈ പ്രൊഡക്റ്റ് ഇതുവരെ ഉപയോഗിക്കാത്ത വ്യക്തിയാണെന്ന് ഒരു സത്യം നമുക്ക് മനസ്സിലാക്കണം. പക്ഷെ അത് വാങ്ങിച്ച് നമ്മൾ ഉപയോഗിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അവർക്ക് എനർജി കിട്ടുന്നുണ്ട്. ഈ ഇടനിലക്കാരും പരസ്യക്കാരും ഒഴിവാക്കുന്നതിലൂടെ ഈ 35 100 എത്തുള്ള ആ 65% തുക നമുക്ക് തന്നെ തിരിച്ചത് എങ്ങനെ ഉണ്ടാവും? നമ്മൾ ഈ കടയിലെ പ്രൊഡക്റ്റിന്റെ ഉപഭോക്താവായിട്ട് മാറുന്നു. ആ പ്രൊഡക്റ്റിന്റെ പ്രത്യേകതയോ, വാങ്ങിച്ച് ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് തിരികെ കൊടുത്താൽ മുഴുവൻ പൈസയും കിട്ടുന്ന, ഇന്ത്യയിൽ കിട്ടാവുന്ന, ലോകത്ത് കിട്ടാവുന്ന ഹയസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണെങ്കിലോ, എന്നെ അതിശയിപ്പിച്ചത് അതിന്റെ ക്വാളിറ്റിയാണ്. ഞാൻ തീരുമാനിക്കാൻ കാരണം, ഇപ്പൊ നമുക്ക് നാട്ടിൽ കാണാം നിരവധി ഉൽപ്പന്നങ്ങള്
മായം ചേർത്താണ് അത് ഉപയോഗിക്കരുത് സോഷ്യൽ മീഡിയ വരുന്നുണ്ട്. പേപ്പറിലും TV-യിലും ഒന്നും വരുന്നില്ല. വേറൊന്നുമല്ല, ആ കമ്പനികളെല്ലാം പരസ്യം ചെയ്യുന്നത് ഈ പറഞ്ഞ പത്രങ്ങളിലും TV-യിലുമാണ്. ആരും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. സ്വാഭാവികമായിട്ട് അവർക്ക് ആ കമ്പനിക്കുള്ള ആക്ഷൻ ഒന്നും ഒരിക്കലും അത്തരത്തില് പത്രത്തിലും വരില്ല, TV-യിലും വരില്ല. സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. ഒരു 42ഓളം നമുക്ക് വെളിച്ചെണ്ണ ഐറ്റംസ് നമുക്ക് ദോഷകരമാണ്, അടുത്ത് മായം ചേർത്തിട്ടുണ്ട്. 82ഓളം കമ്പനികള് മസാല അങ്ങനത്തെ ഐറ്റംസ് മായം ചേർത്തിട്ടുണ്ട്. ആ കമ്പനികളുടെ പേരെ കൊടുത്തിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ. അവർക്ക് 1 ലക്ഷം 2 ലക്ഷം ഫൈൻ അടിച്ചു. ആ വെളിച്ചെണ്ണ ഉപയോഗിച്ചുണ്ടായി ഞങ്ങൾ അറിയിക്കണം, റിപ്പോർട്ട് കൊടുക്കാൻ പറയുന്നു. ഭക്ഷ്യകാര്യ വകുപ്പെടുത്ത ആക്ഷൻ. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് അങ്ങനെ മായമില്ലാത്ത 100% ഗ്യാരണ്ടിയുടെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ നിന്ന് ലഭിക്കാത്തത് നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നതാണ് എന്നെ ആകർഷിച്ച ഒരു ഘടകം. ഇനി നമുക്ക് നോക്കാം. അപ്പൊ അവർക്ക് കൊടുത്തിരുന്ന ആ ഭീമമായ തുക നമുക്ക് തരുന്നതിലൂടെ ബോണസും ഇൻസെന്റീവ്സോടും നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുക. അപ്പോൾ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉപയോഗിക്കാനും നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനും. അപ്പൊ അതിനകത്ത് എല്ലാ കാറ്റഗറി ഉണ്ട്. എന്താണ് നമുക്ക് നോക്കാം, ആ ഇൻഡസ്ട്രി എന്താണെന്ന് നോക്കാം. ആ ഇൻഡസ്ട്രിയിൽ പ്രത്യേകം നോക്കി അതിന്റെ ബെനിഫിറ്റ്സ് ഓഫ് ഡയറക്ട് സെല്ലിംഗ്. ഒന്ന്, ലോ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അത് കാരണം നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാന്ന് നമുക്കറിയാം, മനസ്സിലായി. നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനം മാറ്റി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അതാണ് ലോ റിസ്ക് ആണ്. റിസ്ക് നമുക്ക് പ്രശ്നമില്ല, കടയോ ഓഫീസോ കൂടണമെന്നും വേണ്ട. നോ പ്രീവിയസ് എക്സ്പീരിയൻസ്, മുൻ പരിചയമോ വിദ്യാഭ്യാസമോ ഒന്നും ഇതിനകത്ത് ആവശ്യമില്ല. നോ പ്രൊമീസസ് റിക്വയർഡ്, നിങ്ങൾക്ക് ഇതിനകത്ത് കടയോ കൂടണമെന്നും വേണ്ട. നോ മാൻ പവർ റിക്വയർഡ്, ജോലിക്കാരെ ആവശ്യമില്ല. പാസീവ് ഇൻകം, ഒരിക്കൽ ചെയ്ത പ്രവൃത്തിക്ക് എന്നും വരുമാനം ലഭിക്കും. ദെൻ ടൈം ഫ്രീഡം, നമ്മുടെ സമയത്തിന് നമുക്ക് ദീർഘിപ്പിക്കാൻ സാധിക്കും. അതെങ്ങനെയാണ്? നമുക്ക് ലിവറേജിലൂടെ ഇതിനകത്ത് ധാരാളം സമയം കിട്ടും. ദെൻ ബിസിനസ് ഫോർ ജനറേഷൻസ്, നമ്മുടെ മക്കൾക്കോ കൊച്ചുമക്കൾക്കോ നാളെ ജോലി കിട്ടിയില്ല എന്നത് വിഷമിക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് പാസ് ഓൺ ചെയ്യാം, നമുക്ക് കിട്ടിയ വരുമാനം അവർക്ക് പാസ് ഓൺ ചെയ്യാം. അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബിസിനസ്. ദെൻ ഇന്ത്യയിലെ ഫസ്റ്റ് ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് മോദി കെയർ ലിമിറ്റഡ്, പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. 1996 ഈ കമ്പനി ഉദയം ചെയ്യുന്നത്. ബൈ മിസ്റ്റർ സമീർ കെ മോഡി. സമീർ കെ മോഡി ആണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, സമീർ കുമാർ മോഡി. അദ്ദേഹം പറഞ്ഞ വാക്ക് നോക്കാം, ട്രാൻസ്ഫോമിംഗ് ദ ലൈഫ്സ് ഓഫ് മില്യൺസ് ഓഫ് ഡയറക്ട് സെല്ലേഴ്സ് ആൻഡ് ക്ലോക്കിംഗ് സ്ട്രോങ് മൊമെന്റം. ഒരു ശക്തമായ മൊമെന്റം ഓൾ ഓവർ ഇന്ത്യ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ മോദി കെയർ എന്ന സ്ഥാപനത്തിന്റെ ശരിക്കും യഥാർത്ഥ ഫസ്റ്റ് കമ്പനി, നിങ്ങൾക്കറിയാം, ലോകത്ത് ഫേമസ് ആയിട്ടുള്ള, ഇന്ത്യയിൽ ഫേമസ് ആയിട്ടുള്ള ആദ്യത്തെ 5 കമ്പനി ടാറ്റ, ബിർള, ഗോയങ്ക, ടാപ്പർ, മോഡി. ആ മോദി എന്റർപ്രൈസ് ആണ് ഇതിന്റെ മൂന്നാം തലമുറയുടെ ബിസിനസ് ആണ്. അപ്പൊ മോദി കെയർ ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്ന് അത് മോദി എന്റർപ്രൈസ് എന്നുള്ള 1933 സ്റ്റാർട്ട് ചെയ്ത കമ്പനിയുടെ ഫൗണ്ടറാണ് മിസ്റ്റർ റായ് ബഹദൂർ ഗുജറാൾ മോഡി. അദ്ദേഹമാണ് ഇതിന്റെ സ്ഥാപകൻ. അദ്ദേഹം 1933 ഒരു ബിസിനസ് ആരംഭിച്ചിട്ട് ഇന്ത്യയിൽ 27 വ്യവസായങ്ങൾ അദ്ദേഹം ആരംഭിച്ചു. ആ 27 വ്യവസായങ്ങളും ഫ്ലറിഷ് ചെയ്ത് ലോകത്തിന്റെ 100-ലധികം രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ ലോകത്ത് 90 ലക്ഷം കോടിയുടെ വിറ്റുവരവ് ഉണ്ടാക്കിയെടുത്തൊരു മഹാനുഭാവൻ അദ്ദേഹം. അപ്പൊ അദ്ദേഹം ആദ്യം ചെയ്ത ബിസിനസ് ആദ്യം ഇന്ത്യയിൽ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്ത്യയിലെ 27 വ്യവസായങ്ങൾ ആരംഭിച്ചപ്പോൾ ഇന്ത്യയുടെ രാജ്യത്തിന്റെ എക്കണോമിയിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്ത് രാജ്യം അതിന് പത്മഭൂഷൺ നൽകി ആദരിക്കുകയും ചെയ്ത വ്യക്തി അദ്ദേഹം, മിസ്റ്റർ റായ് ബഹദൂർ ഗുജറാൾ മോഡി. അദ്ദേഹത്തിന്റെ മകൻ 1972 ഈ പാരിതോഷികം രാജ്യം അതിന് സമർപ്പിച്ചത്. അതിന് മകനാണ് മിസ്റ്റർ കെ മോഡി, കൃഷ്ണകുമാർ മോഡി. അദ്ദേഹം അച്ഛൻ ചെയ്തിട്ട് ബിസിനസ് ലോകരാഷ്ട്രങ്ങളിൽ വ്യാപിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്ത് അദ്ദേഹമായിരുന്നു. അതിന്റെ മകനാണ് മിസ്റ്റർ സമീർ കെ മോഡി. സമീർ കെ മോഡി മോദി കെയർ ലിമിറ്റഡ് എന്ന കമ്പനി മൂന്നാം തലമുറയിൽ 24-ാം വയസ്സിൽ ആരംഭിച്ചു. അതിന് ഉൾക്കൊണ്ട് ഇന്ത്യ ഒട്ടാകെ ഇന്ന് ഈ ബിസിനസ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം എന്താണ് ഇത്. അച്ചീവ്മെന്റ്സ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. 1800 കോടി വിറ്റുവരയിലേക്ക് തിരിഞ്ഞു. ഇവിടെ മനസ്സിലാക്കണം, ഇടനിലക്കാരും പരസ്യക്കാരും ഇല്ല. അപ്പൊ ഇതിന്റെ തുക മുഴുവൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അതിന്റെ അഡ്വൈസേഴ്സിലേക്ക് തിരിച്ചു കൊടുക്കുന്ന ബിസിനസ് രീതിയാണ്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. 53 ലക്ഷം ആളുകൾ ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ വ്യാപൃതരാണ്. അവിടെ ജോലിയോ ബിസിനസ്സോ ഫുൾ ടൈം അടിച്ച് നാക്കാറുണ്ട്, പാർട്ട് ടൈം അടിച്ച് നാക്കാറുണ്ട്. 5 ലക്ഷം സ്ക്വയർ ഫീറ്റ് വെയർ ഹൗസും ഓഫീസും ഉണ്ട്. 14,000 പിൻകോഡിൽ ഇതിന്റെ പ്രൊഡക്റ്റ് സർവീസ് കൊടുക്കുന്നുണ്ട്. 14,000 ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ്, വിതരണ കേന്ദ്രങ്ങളുണ്ട്. നമുക്കൊരു 75,000 റുപ്പീസ് മുടക്കി ഒരാൾക്ക് അവരുടെ വീട്ടിലോ ഒരു ഷോപ്പിലോ വേണമെങ്കിൽ, നിലവിലെ കടയുടെ കൂടെയോ വേണമെങ്കിൽ ഇതിന്റെ ഷോപ്പ് തുടങ്ങാം. നിലവിൽ വീടിന്റെ ഒരു മുറി എടുത്തുകൊണ്ട് വെക്കണമെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്യാം. അത്ര ലളിതമായ രീതിയിൽ ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ് സ്റ്റാർട്ട് ചെയ്യാം.
20,000 മുടക്കിക്കൊണ്ട്. അപ്പോൾ 20,000 ഡെപ്പോസിറ്റും ബാക്കി 50,000 പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് അതിന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും ലളിതമായി ഒരു ഷോപ്പ് വേണമെങ്കിൽ ഷോപ്പ് തുടങ്ങാം. കമ്പനിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ്സ് ആണ്. ദെൻ 10,000 പുതിയ വ്യക്തികൾ ഒരു ദിവസം ബിസിനസ്സിൽ വരുന്നുണ്ട്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് കാര്യം. 5,000 ടൗൺസിൽ ഓപ്പറേഷൻസ് ഉണ്ട്. ഇതാണ് ഇതിന്റെ ബേസിക് കാര്യം. കമ്പനിക്ക് അങ്ങനെ 360 പ്രൊഡക്റ്റ് 750+ SKUയിൽ പ്രൊഡക്റ്റ് ഈ 14 കാറ്റഗറി, ഇപ്പൊ 15 കാറ്റഗറി ആയിപ്പോ ഇറങ്ങിയിട്ടുണ്ട്. അടുത്ത് വെൽ എന്ന കാറ്റഗറിയിൽ കുറെ ന്യൂട്രീഷൻ, ഹെൽത്ത് ആൻഡ് വെൽനസ് പ്രൊഡക്റ്റ് ആണ്. ആരോഗ്യം സംരക്ഷിക്കാൻ ആവശ്യമുള്ള കുറെ വെൽ പ്രൊഡക്റ്റ് ഉണ്ട്. എനിക്ക് ഡയബറ്റീസിന്റെ ഒരു പ്രശ്നം ആദ്യം ഉണ്ടായിരുന്നു. ഞാൻ ഇതിന്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് എന്റെ ആ പ്രശ്നങ്ങൾ കൺട്രോൾ ചെയ്യാൻ സാധിച്ചു. അപ്പൊ എന്റെ പല സുഹൃത്തുക്കൾക്കും ജോയിന്റ്സ് സിലിസ് ഉണ്ടായിരുന്നു. ഗ്ലൂക്കോസ്, ഇതെല്ലാം പ്രൊഡക്റ്റ് എല്ലാം ആയുർവേദിക്കാണ്, സായുർവേദിക് എന്ന് പറയാം. സയൻസും ആയുർവേദം ചേർന്ന കോമ്പിനേഷൻ ആയിരുന്നു കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പച്ചക്കറി പഴങ്ങളുടെ എക്സ്ട്രാക്ട് മാത്രമേ ഉള്ളൂ, കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യില്ല, മരുന്നല്ല, ഇത് ഫുഡ് സപ്ലിമെന്റ്സ് മാത്രമേ ഉള്ളൂ. ദെൻ അർബൻ കളർ എന്ന ലോകത്തിലെ ഏറ്റവും വലിയൊരു ബ്രാൻഡാണ് കളർ ബാർ യൂസ്. കേട്ടിട്ടുണ്ടോ? ഒരു പക്ഷേ ലീഡിംഗ് ആയിട്ടുള്ള എല്ലാ ആളുകളും ഈ കളർ ബാർ യൂസയുടെ ഉൽപ്പന്നം ലഭ്യമാണ്. US 2,500 കോടി വിറ്റവരുള്ള ഒരു ഹ്യൂജ് ഓർഗനൈസേഷൻ. അതിന് ഓണറും മിസ്റ്റർ സമീർ മോഡിയാണ്. ആ ഉൽപ്പന്നം അദ്ദേഹം അർബൻ കളർ എന്ന രീതിയിൽ നമ്മളോട് സപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ ലുലുമാളിലൊക്കെ 1,000, 1,200 പ്രൊഡക്റ്റ് വില വരുന്ന പ്രൊഡക്റ്റ് നമുക്ക് 400 രൂപ, 450 രൂപ ലഭിക്കുന്നു എന്ന കാര്യം മനസ്സിലാക്കിയിരിക്കണം. ഇതും ലോകത്തിലെ 3rd റിച്ചസ്റ്റ് ബ്രാൻഡാണ്. എലിസബത്ത് ഗാർഡൻ, ഗുച്ചി കഴിഞ്ഞാല് 3ാം റാങ്ക് നിൽക്കുന്ന കളർ കോസ്മെറ്റിക്സ് ആണ് ഈ അർബൻ കളർ എന്ന് പറയുന്നത്. ഇതും വലിയൊരു പോയിന്റ് ഞാൻ പറയുന്നു. പിന്നെ സ്ലോഗ എന്ന രീതിയിൽ അവരുടെ ശരീരത്തിന് നമുക്ക് ആവശ്യമുള്ള സ്കിൻ കെയർ റേഞ്ച് ഓഫ് നാച്ചുറൽ പ്രൊഡക്ട്സ്. പിന്നെ മോദിക്കേന്റെ എൻവിറോ ചിപ്പ്, മൊബൈൽ ഫോണിന്റെ ബാക്കിൽ നമുക്ക് ചിപ്പ് ഒട്ടിച്ചത്, ആ ചിപ്പ് ഒട്ടിച്ചത് നമുക്ക് മൊബൈൽ ഫോണിന്റെ റേഡിയേഷൻ തടുക്കാൻ സാധിക്കും. കുക്കു അതിന്റെ വാട്ടർ ഫിൽറ്റർ ഉണ്ട്. വാട്ടർ ഫിൽറ്റർ നമുക്ക് വെള്ളത്തെ നമുക്കറിയാം ആസിഡിക് വെള്ളമാണ്. ആ വെള്ളം മാറ്റി ആൽക്കലിയാക്കി തരുന്ന ആ കുക്കു ആൽക്കലൈൻ പിക്ചർ നമുക്ക് അവൈലബിൾ ആണ്. കാരണം ഇതിന്റെ ആവശ്യമില്ല. നമുക്ക് ആ പ്രൊഡക്റ്റ് വെള്ളം ഒഴിച്ചു വെച്ച വെള്ളത്തിലൂടെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആസിഡിക് വെള്ളത്തിനെ മാറ്റി ആൽക്കലി വെള്ളം നമുക്ക് തിരിച്ചു കിട്ടും. ആൽക്കലി വെള്ളം നമുക്ക് ലുലുമാളിലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. 300 ml 300 രൂപയല്ല, മനസ്സിലാക്കി വെക്കണം. അപ്പോൾ 900 ml അത്രയും 900 രൂപ കൊടുത്ത് വാങ്ങിക്കേണ്ട അവസ്ഥ വന്നേക്കാം. ഇത് പുറത്തുനിന്ന് വിദേശികൾ വന്നാൽ അവരെ ആ ലുലുമാളിൽ പോയിട്ട് മിനറൽ വാട്ടർ വാങ്ങിക്കണം. നമുക്ക് ഇവിടെ കിട്ടുന്ന കുപ്പിയിലെ വെള്ളം മിനറൽ വാട്ടർ അല്ല. അത് കഴിച്ചാൽ നമുക്ക് അത് അസിഡിക്ക വെള്ളം. ആ വെള്ളം കഴിച്ചാൽ നമുക്ക് പല അസുഖങ്ങൾ ഉണ്ടാകുന്ന കാര്യവും ഞാൻ കൂടുതൽ പറയാണ്. അത്തരത്തിലുള്ള മിനറൽ വാട്ടർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാനുള്ള ഒരു സംഗതിയാണ് കുക്കുവിന്റെ ആൽക്കലൈൻ പിക്ചർ എന്ന് പറയുന്നത്. അത് വെലോസിറ്റി, ആണുങ്ങളുടെ മെയിൽ ഗ്രൂമിങ് സെഷൻസ്, ഷേവിംഗ് ബ്രെഡ്, ഷേവിംഗ് അടക്കമുള്ള ഷേവിംഗ് ക്രീം അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ അടങ്ങിയിട്ടുള്ള മുടി താടി വളരാൻ ആവശ്യമുള്ള അങ്ങനത്തെ ഗ്രൂമിങ് ഐറ്റംസ്. ദെൻ ഫ്രൂട്ട് ഓഫ് എർത്തിനകത്ത് കുറേയധികം ഫ്രഷ് മൊമെന്റ്സിനകത്ത് പേസ്റ്റ് ഐറ്റംസ് ഉള്ള കുറെ ഐറ്റംസ്. ആ പേസ്റ്റ് ഒക്കെ ലോകോത്തര ഗുണനിലവാരമുള്ള പേസ്റ്റാണ്. ദെൻ എസെൻഷ്യലിനകത്ത് കുറെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളുണ്ട്. ദെൻ സാലോണിനകത്ത് നമുക്ക് ഹെയർ സംരക്ഷിക്കാൻ ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളുണ്ട്. സോൾട്ട് ഫ്ലേവേഴ്സിനകത്ത് ഫുഡ് ആൻഡ് ബെവറേജ് ഐറ്റംസ് നമുക്ക് അവൈലബിൾ ആണ്. ദെൻ പ്രീമിയം അഗർബത്തി, നല്ല ചന്ദനത്തിരികൾ, ക്വാളിറ്റിയുള്ള ചന്ദനത്തിരികൾ, കെമിക്കൽസ് ഇല്ലാത്ത ചന്ദനത്തിരികൾ നമുക്ക് അവൈലബിൾ ആണ്. അതൊക്കെ ശരിക്കും ഒരു ഭയങ്കര പ്ലസ് പോയിന്റ് ആണ്. ഹോം കെയറിനകത്ത് വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും, പാത്രം കഴുകുന്നത് തൊട്ട് നമുക്ക് വീട് ക്ലീൻ ചെയ്യാനുള്ള ഐറ്റംസ്, ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന ഐറ്റംസ് എല്ലാം ലഭ്യമാണ്. വാഷ് മെയ്ഡിനകത്ത് ഡ്രസ്സ് ക്ലീൻ ചെയ്യാൻ ആവശ്യമുള്ള ലിക്വിഡ് ഫോമിലും പൗഡർ ഫോമിലുള്ള ഉൽപ്പന്നങ്ങൾ, വാഷിംഗ് മെഷീനിൽ ഉപയോഗിക്കാനും അല്ലാതെ ഉപയോഗിക്കാനും, ഓട്ടോ കെയറിൽ വണ്ടി ക്ലീൻ ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ, സോപ്പ് വാഷ്, നമുക്ക് ജെന്റൽ ആയിട്ടുള്ള ബാത്ത് റേഞ്ച് കുറെ സോപ്പ് വാഷ്, അതിന്റെ പേൾ സോപ്പ് പോലുള്ള ഉൽപ്പന്നങ്ങൾ. ദെൻ വാച്ചസിനകത്ത് ഞാൻ ഉപയോഗിക്കുന്ന വാച്ച് ഒരു 3,200 വിലയുള്ള സമീർ മോദി വാച്ചസ് ആണ്. ആ വാച്ചസ് നമുക്ക് ഈ ബിസിനസ് ഉള്ളതുകൊണ്ട് ഡിസ്കൗണ്ട് റേറ്റിൽ 2,000 താഴെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അമൂലി എന്ന രീതിയിലുള്ള കുറേയധികം നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഗോൾഡ് പ്ലേറ്റഡ് 18 കാരറ്റ് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ആഭരണങ്ങൾ. ആക്ടിവേറ്റ് എന്ന പേരിലുള്ള നമുക്ക് വേണ്ട കൃഷിക്ക് ഉൽപാദനങ്ങൾ 42% കൂട്ടുന്ന ആക്ടിവേറ്റർ ആണ്, ബെറ്റർ ആണ്, സ്പ്രെഡർ ആണ്, അങ്ങനത്തെയുള്ള ആക്ടിവിറ്റീസ്. അപ്പൊ അങ്ങനെയുള്ള വെള്ളത്തിൽ ചേർത്തുകൊണ്ട് ഉൽപാദനം കൂടാൻ സഹായിക്കുന്നു. ഞാൻ ബേസിക്കലി ഒരു കാർഷിക കോളേജിൽ പഠിച്ചിറങ്ങിയ ഒരു വ്യക്തിയാണ്. അപ്പൊ ആ കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കാൻ നാച്ചുറൽ വേയിൽ യാതൊരു കെമിക്കൽ ചേർക്കാത്ത എൻഹാൻസ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ കിട്ടുന്ന കാര്യം ഞാൻ ആദ്യമായിട്ട് അറിയുന്നത്, ഈ അഡ്ജുവൻ ടെക്നോളജി അറിയുന്നത് ഈ ബിസിനസ്സിൽ നിന്നാണ്. ഇതും എനിക്കൊരു വലിയൊരു ബിസിനസ് ഭയങ്കര മാറ്റാൻ സഹായിച്ചിട്ടുണ്ട്. ബട്ട് ലവ് ഇറ്റ് ഗ്യാരണ്ടി, ഞാൻ ഗ്യാരണ്ടി പറയാണ്,
I personally guarantee that your experience with us will be easy and worthy free. If you don't love it, നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മടക്കി കൊടുത്താൽ ആ മുഴുവൻ പണവും തിരിച്ചു തരുന്ന ആ ഗ്യാരണ്ടി ഇന്ത്യയിലെ ഒരു കമ്പനിയും കൊടുക്കുന്നില്ല. കാര്യം പൊട്ടിച്ചുപയോഗിച്ചിട്ട് തിരിച്ചു കൊടുത്താൽ മടക്കിയെടുക്കും. അതെന്നെ അതിശയിപ്പിച്ച സംഗതിയാണ്. ദെൻ നമുക്ക് നോക്കാം, അടുത്ത പോയിന്റ് നോക്കാം. ഇനി ഇപ്പൊ ഇറങ്ങിയ, ഇതിന് കൂടാതെ ഇപ്പൊ ഇറങ്ങിയ അടുത്ത 15ാമത്തെ ബ്രാൻഡാണിത്. മോദിവയുടെ ന്യൂ പ്രൊഡക്റ്റാണ്, വണ്ണം കുറയ്ക്കുന്ന പ്രൊഡക്റ്റ്. എനിക്ക് 82 കിലോ തൂക്കമുണ്ട് ഞാൻ കഴിഞ്ഞ ഫെബ്രുവരിയിൽ. അത് ഇപ്പോ 73 കിലോ ആക്കി 9 കിലോ കുറച്ചെടുത്തത് ഈ ഷേപ്പ് ഷിഫ്റ്റ് എന്ന പ്രൊഡക്റ്റാണ്. അതിനത് ഉപയോഗിച്ചിരുന്ന കണ്ടന്റ് ഞാൻ എടുത്തു പറയാണ്. ഞെരിഞ്ഞില്, കുടംപുളി, കടുക്ക, ഗ്രീൻ ടീ, ഗ്രീൻ കോഫി, കുരുമുളക്, ഇഞ്ചി, ഈ കണ്ടന്റ് ഉപയോഗിച്ച് നമ്മൾ വണ്ണം കുറയ്ക്കാൻ ഉള്ള, നമ്മൾ ഫാറ്റ് ലോസ് ആണ് മെയിൻ ഉദ്ദേശിക്കുന്നത്. ആ ഫാറ്റ് നമ്മുടെ ശരീരത്തിന് അടിഞ്ഞിറക്കുന്ന ഫാറ്റിനെ കുറച്ചുകൊണ്ട് വണ്ണം കുറയ്ക്കാനുള്ള വലിയൊരു പ്രൊഡക്റ്റാണ് ഷേപ്പ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ പ്രൊഡക്റ്റ് നമ്മുടെ വണ്ണം 10 കിലോ കൂടണമെങ്കിൽ 2 നേരം ഉപയോഗിക്കുക, 10 കിലോ കുറവാണെങ്കിൽ 1 നേരം ഉപയോഗിച്ചുകൊണ്ട് 3 മാസം കൊണ്ട് നമുക്കൊരു 9 കിലോ കുറയ്ക്കാൻ സാധിക്കും. അത് തെളിയിച്ച വ്യക്തിയാണ് ഞാൻ. ഈ പ്രൊഡക്റ്റ് അത്ര വിശ്വസിക്കാൻ കാര്യം ഈ പ്രൊഡക്റ്റിൽ നമുക്കുള്ള കോൺഫിഡൻസ് വളരെ ഹൈ ആണ്. ഇന്ത്യൻ മാർക്കറ്റിൽ ഇങ്ങനെ പ്രൊഡക്റ്റ് ക്വാളിറ്റി തന്ന കമ്പനി എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല. വിരലിടാവുന്ന കമ്പനി മാത്രമേ ഉള്ളൂ. അല്ലെന്നാലും ഇത് മാറി. ഫോറസ്റ്റ് നെക്ടർ, ഞാൻ ഉപയോഗിക്കുന്ന ഷാമ്പൂ, കണ്ടീഷനും എല്ലാം ഇതിന്റെ ഉൽപ്പന്നങ്ങളാണ്. വേറെ സോപ്പും പേസ്റ്റും ബ്രഷും കാലത്തോട്ട് വൈകുന്നേരം വരെയുള്ള ഉൽപ്പന്നങ്ങൾ ഏതാണ്ട് 100ഓളം ഉൽപ്പന്നങ്ങൾ വീട്ടിലെ ഒരു മാസം ഉപയോഗിക്കണം. മുഴുവൻ മോദിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത്. കാര്യം ഇത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന സോൾട്ട് ഷെഫ് വീട്ടിൽ സൂക്ഷിക്കുന്ന കണ്ടെയ്നർ ബോക്സ്. നമുക്ക് വീട്ടിൽ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് പാത്രങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിച്ചു വെച്ചാൽ അതിലേക്ക് വിഷാംശങ്ങൾ പതുക്കെ ആഡ് ചെയ്യപ്പെടും. സ്റ്റോർ ചെയ്ത് വെക്കാൻ പാടില്ല പ്ലാസ്റ്റിക് പാത്രത്തിനകത്ത്. ഈ സത്യം മനസ്സിലാക്കി അതിനകത്തുള്ള PP എന്നുള്ള ഒരു വിഷാംശ ഘടകമുണ്ട് പ്ലാസ്റ്റിക്കിനകത്ത്. അത് ഭക്ഷണം നമുക്ക് ദോഷകരമാണ്. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി സോൾട്ട് ഷെഫ് തിരിച്ച് സേഫ് ആയിട്ടുള്ള ഈ പറഞ്ഞ വിഷാംശം ഇല്ലാത്ത രീതിയിലുള്ള പ്രത്യേക മെറ്റീരിയലാണ്. ആ സോൾട്ട് ഷെഫ് ഒരു വലിയ ഡിമാൻഡായി ഒരു പുതിയ കണ്ടെത്തലായിട്ട് മാറിയിരിക്കുകയാണ്. ഇത്തരം പ്രൊഡക്റ്റ് ഇതിനകത്ത് ഉണ്ടെന്നുള്ള സത്യമാണ്. ഈ 3 ബ്രാൻഡും ഇപ്പോൾ 15ാമത്തെ കാറ്റഗറിയാണ്. 29 വർഷം കൊണ്ട് കമ്പനി ഇന്ത്യയിൽ ചരിത്രം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഷോപ്പ് ചേഞ്ച് ചെയ്യും. നിങ്ങൾ ഈ കടയിൽ നിന്ന് സാധനം വാങ്ങിക്കുന്ന രീതി മാറിക്കൊണ്ട് നമുക്ക് ബിസിനസ് പാർട്ടാവാം. വേറെ ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല. നിങ്ങൾ ആധാർ കാർഡും പാൻ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ് ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് അതിന്റെ ബിസിനസിന്റെ അഡ്വൈസറായിട്ട് മാറാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനൊരു പ്രൊഡക്റ്റ് മാത്രം മതി എങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് അതിനൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് അഡ്വൈസറായിട്ടും അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മാത്രം ഉപയോഗിക്കുന്ന വ്യക്തിയായിട്ട് മാറാൻ കമ്പനി നമുക്ക് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ജോയിൻ മോദി കെയർ ഫോർ വേൾഡ് ക്ലാസ് പ്രൊഡക്ട്സ് ആൻഡ് റിവാർഡ്സ്. ഇതിനൊക്കെ ഒരുപാട് റിവാർഡ്സ് ഉണ്ട്. അത് നമുക്ക് പതിയെ മനസ്സിലാക്കാം. 12 തരത്തിലുള്ള ഇൻകം ഉണ്ട്. ആ ഇൻകം നമുക്ക് രസകരമാണ്. നമുക്ക് ഈ പറഞ്ഞ ഇടനാക്കാരും പരസ്യങ്ങൾ വരുന്ന ആ 65,000 തുക നമുക്ക് 72% പേരോട് കമ്പനി തരികയാണ്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് വാങ്ങിക്കുമ്പോഴും നമുക്ക് പ്രൊഡക്റ്റിനകത്ത് MRP റേറ്റിൽ കുറച്ച് നമുക്ക് 33% വരെ, ഇതൊട്ട് 33% വരെ കുറച്ച് നമുക്ക് തരുന്നുണ്ട്. അപ്പോ ID എടുത്തുകൊണ്ട് ആദ്യത്തെ ഗുണം, 8 ID എടുത്തുകൊണ്ട് നമുക്ക് ആദ്യത്തെ കിട്ടുന്ന ബെനിഫിറ്റ് അത്ര പൈസ 33% വരെ സേവ് ചെയ്യാനുള്ള ഒരവസരം. 2, പ്രോഗ്രേഷൻ ബോണസ്. പിന്നെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന അഡ്വൈസർ ആയിട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് അഡ്വൈസർ കൂടാതെ പ്രൊഡക്റ്റ് മാത്രം വാങ്ങിക്കുന്ന ആളുടെ പേര് പ്രിഫേർഡ് കസ്റ്റമർ എന്നാണ്. പ്രിഫേർഡ് കസ്റ്റമർക്ക് സേവിങ്ങും കൺസൾട്ടും മാത്രമേ ലഭിക്കുള്ളൂ. അതിന് ആധാർ കാർഡും കൊടുക്കേണ്ട ആവശ്യമില്ല. വെറുതെ ID എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് ഡീറ്റെയിൽസും മാത്രം കൊടുത്ത് നമുക്ക് അവർക്ക് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. അവർക്ക് ഒറ്റ നമ്പർ കിട്ടും. അവർക്ക് ബിസിനസ് ബിൽഡ് ചെയ്യാൻ സാധിക്കില്ല, വരുമാനം ലഭിക്കില്ല. അവർക്ക് പ്രൊഡക്റ്റിന്റെ ബെനിഫിറ്റ് മാത്രം ലഭിക്കും. അഡ്വൈസറി ആൾക്കാർക്ക് പ്രോഗ്രേഷൻ ബോണസ് 6% അത് ലഭിക്കും. എത്ര വാങ്ങിച്ചിട്ടുണ്ടോ, എത്ര ഗ്രൂപ്പിൽ ഓളി നടന്നുണ്ടോ അതിനനുസരിച്ച് ലഭിക്കും. പവർ ഓഫ് 4 4 അതിന് ഏറ്റവും അടുത്ത നമുക്ക് ഒരു പ്രൊഡക്റ്റ് ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്ത 4 പേരിലൂടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ആ 4 പേരിലൂടെ നമുക്ക് ബിസിനസ് ഇന്ത്യ ഒട്ടാകെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അതിന് 5% വരുമാനം വേറെ ഉണ്ട്. അങ്ങനെ ഡയറക്ടർ റാങ്കിലേക്ക് എത്തുമ്പോൾ കമ്പനി നമുക്കൊരു 3 വരുമാനത്തിനുണ്ട്. അതിന് ആദ്യത്തെ വരുമാനം ഡയറക്ടർ ബോണസ്, പിന്നെ വെഹിക്കിൾ ബോണസ്. ഡയറക്ടർ ബോണസ് 17%, വെഹിക്കിൾ ബോണസ് 3%, നാഷണൽ ട്രാവൽ ബോണസ്, ഇന്ത്യ ഒട്ടാകെ കറങ്ങാനുള്ള ഒരു ബോണസ്, വാഹനങ്ങൾ വാങ്ങിക്കാനുള്ള ബോണസും ഒരു 3% നമുക്ക് തരുന്നുണ്ട്. അങ്ങനെ 17, 3, 24, 24% ഒരു ഡയറക്ടർ ആകുമ്പോൾ നമുക്ക് എക്സ്ട്രാ വരുമാനം ലഭിക്കുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ദെൻ അടുത്ത് മെന്റർഷിപ്പ് ബോണസ്. നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഒരു ഓർഗനൈസേഷൻ, 4 ഗ്രൂപ്പിൽ ഒരു ഗ്രൂപ്പ്
ഡയറക്ടർ ആകുമ്പോൾ നമുക്ക് മെന്റർഷിപ്പ് ബോണസ് കമ്പനി തന്നു തുടങ്ങും. 2 ഗ്രൂപ്പ് ആകുമ്പോൾ നമുക്ക് ലോകമൊട്ടാകെ കറങ്ങാനുള്ള വേൾഡ് ടൂർ ഫണ്ട് 6% ലഭിക്കും. മെന്റർഷിപ്പ് ബോണസ് 15%, വേൾഡ് ടവർ ഫണ്ട് 6%. പിന്നെ കൂടാതെ 3 ഓർഗനൈസേഷൻ നമ്മൾ ഡയറക്ടർ ആവുകയാണെങ്കിൽ നമുക്ക് ലക്ഷറി കാർ ഫണ്ട് ലഭിക്കും. 4 ഓർഗനൈസേഷൻ ഡയറക്ടർ ആവുകയാണെങ്കിൽ നമുക്ക് വീട് വെക്കാനുള്ള ഫണ്ട് 4% ലഭിക്കും. അങ്ങനെ റെഡ് ഡയമണ്ട്, ബ്ലൂ ഡയമണ്ട്, അങ്ങനെ 12 തരം വരുമാനം ആ ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും കൊടുത്തിരുന്ന തുകയാണ് നമുക്ക് തരുന്നത്. കട ഒന്ന് ചേഞ്ച് ചെയ്തു, നമ്മൾ ഈ ID ഉപയോഗിച്ച് മോദിക്കേരുന്ന് പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ തുടങ്ങി, അതിന് കിട്ടുന്ന ബെനിഫിറ്റ് ആണത്. അത് അഡ്വൈസർ ആണെങ്കിൽ മാത്രം. അല്ലാണ്ട് പ്രൊഫൈഡ് കസ്റ്റമർ എന്ന കാറ്റഗറി ഉണ്ട്. അതായത് നമുക്ക് ആദ്യത്തെ 1ാമത്തെ വരുമാനം മാത്രമേ ലഭിക്കുള്ളൂ. സോ നമുക്ക് ഇനി നോക്കാം. എന്നാൽ സേവിംഗ് കൺസംഷൻസ് നമുക്ക് 33% നമുക്ക് പ്രോഫിറ്റ് ലഭിക്കുന്നുണ്ട്. ദെൻ ലോയൽറ്റി പ്രോഗ്രസ്, MRP നിന്നും അത്രയും കുറച്ച് ലഭിക്കുന്ന അർത്ഥം. അത്രേ ഉള്ളൂ. ലോയൽറ്റി ഇത്രേ ഉള്ളൂ. നമ്മൾ 6 മാസം ഒരു 3000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുവാണെങ്കിൽ 7ാമത്തെ മാസം ഇപ്പൊ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റിന് 3000 രൂപ പ്രൊഡക്റ്റ് ഫ്രീ ലഭിക്കും. 12 മാസം വാങ്ങിച്ച് നമുക്ക് 3 മാസം പ്രൊഡക്റ്റ് മൊത്തം ലഭിക്കും. അതിന് 9000 പ്രൊഡക്റ്റ് ലഭിക്കും. അങ്ങനെ ലഭിക്കുന്ന പ്രൊഡക്റ്റിന് മാക്സിമം പരിധി 10000 വരെ. അപ്പൊ നമ്മൾ മാസം 10000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആദ്യത്തെ 6 മാസം കഴിയുമ്പോൾ 10000 രൂപയുടെ ഉൽപ്പന്നങ്ങളും, പിന്നത്തെ 12 മാസം ആകുന്ന സമയത്ത് നമുക്ക് മൊത്തം 20000 രൂപ വേറെ തരും. അപ്പൊ മൊത്തം 30000 രൂപ പ്രൊഡക്റ്റ് ഒരു വർഷം ലഭിക്കുന്ന ഒരു സംഗതിയാണ് ലോയൽറ്റി പ്ലസ്. അതാണ് കാണിച്ചിരിക്കുന്നത്, ലോയൽറ്റി ആൻഡ് ലോയൽറ്റി പ്ലസ്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. മിനിമം 1500 വാങ്ങിക്കുന്നത് മാത്രമേ ഉള്ളൂ. 1500 വാങ്ങിച്ച് 1500 2500 ഇടയ്ക്കാണെങ്കിൽ നമുക്ക് 80% മാത്രമേ ലോയൽറ്റി ലഭിക്കുള്ളൂ. 2000 മേളിലാണെങ്കിൽ നമുക്ക് 100% ലോയൽറ്റി ലഭിക്കും. അതിൽ 10000 വരെ ലഭിക്കത്തുള്ളൂ. ഓക്കെ, ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മള് പ്രൊഡക്റ്റിനകത്ത് ലോയൽറ്റിക്കകത്ത് ഇതേ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ കാണാൻ പറ്റും, നമുക്ക് എടുക്കാൻ പറ്റും. അടുത്ത റീപർച്ചേസ് പ്രോഗ്രാം. ഓരോ പർച്ചേസിനും, ഓരോ 1000 രൂപ പർച്ചേസിനും നമുക്ക് 10% പ്രൊഡക്റ്റ് ഫ്രീ ലഭിക്കും. ദെൻ 2000 പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ നമുക്ക് 250 350 രൂപ വരെയുള്ള ഉൽപ്പന്നം നമുക്ക് ഫ്രീ ലഭിക്കും. 3000 വാങ്ങിക്കുമ്പോൾ നമുക്ക് 400 തൊട്ട് 500 വരെയുള്ള ഉൽപ്പന്നങ്ങൾ ഫ്രീ ലഭിക്കുന്നുണ്ട്. ഫ്രീ ലഭിക്കുന്ന നേരത്തെ പറഞ്ഞ ലോയൽറ്റിക്ക് പുറമേണത്, ഡിസ്കൗണ്ടിന് പുറമേണത്. പിന്നെ 5000 വാങ്ങിക്കുമ്പോൾ 700 തൊട്ട് 900 വരെ പ്രൊഡക്റ്റ് ഫ്രീ ലഭിക്കുന്നുണ്ട്. ഇതാണ് അതിന്റെ റീപർച്ചേസ് പ്രോഗ്രാം. ഇത് എല്ലാ മാസവും 15-ാം തീയതി വരെ മാത്രമേ ഉള്ളൂ. ഇന്ന് ഏതോ എല്ലാ മാസവും 15-ാം തീയതി ഈ ഓഫർ തീരും. അപ്പൊ 10-ാം തീയതി നമുക്ക് വേറെ കുറെ ഓഫർ ഉണ്ടാവും, 15-ാം തീയതി കുറെ ഓഫർ ഉണ്ടാവും. ഈ 25-ാം തീയതി ലോയൽറ്റി കണ്ടോ, ഇത് മാത്രം അറിഞ്ഞാൽ മതി. 25-ാം തീയതി ലോയൽറ്റി ബെനിഫിറ്റ് തീരുന്നത്. അന്ന് ആ ദിവസം വരെ എത്ര പർച്ചേസ് ചെയ്തു അതിന്റെ വോളിയം മുഴുവൻ കൂട്ടും. 25-ാം തീയതി ശേഷമുള്ള വോളിയം അടുത്ത് കൗണ്ട് ചെയ്യില്ല, ലോയൽറ്റി കൗണ്ട് ചെയ്യില്ല. ഈ പ്രോഗ്രഷൻ ബോണസ് ഇത് നമ്മൾ വാങ്ങിച്ചുപയോഗിച്ചു, നമുക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഞാൻ പറഞ്ഞ നേരത്തെ ഡയബറ്റീസിന്റെ കൺട്രോൾ ഉണ്ടാക്കാൻ സഹായിച്ച കടയിലെ ജാമൺ ജ്യൂസ്, ഞാവൽപ്പഴത്തിന്റെയും പാവക്കയുടെ എക്സ്ട്രാക്ട് ഉണ്ട്, ഗ്ലൂക്കോ ഹെൽത്ത് പ്രൊഡക്റ്റ്, ഇതെല്ലാം പച്ചക്കറിയുടെയും പഴങ്ങളുടെയും എക്സ്ട്രാക്ട് ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഷുഗർ ലെവൽ കൂടുന്നില്ല, കൂടിയ ലെവൽ കൺട്രോൾ ആയിട്ട് വരുന്നുണ്ട്. ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഇഷ്ടപ്പെട്ടു റെക്കമെൻഡ് ചെയ്താൽ നമുക്ക് ഒരാൾക്ക് റെക്കമെൻഡ് നമുക്ക് MRPക്ക് അവർക്ക് കൊടുക്കാം. നമുക്കത് നമ്മുടെ വോളിയത്തിൽ കയറുവാണെങ്കിൽ അതിന്റെ പ്രോഗ്രഷൻ ബോണസ് കിട്ടും. അങ്ങനെ 2, 3, 4, 5, 6 ഡയറക്ടർ 6%. അങ്ങനെ വാങ്ങിക്കുന്ന PV എന്ന് പറയും, പോയിന്റ് വാല്യൂ. PV എന്ന് പറഞ്ഞാൽ, ഒരു പോയിന്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 27 ബിസിനസ് വോളിയം, BV എന്ന് പറയും. ഒരു PV = 27 BV = റുപ്പീസ് പോകുമ്പോൾ × 2, അതിന്റെ 54 രൂപയാണ്. ഇത്ര ജസ്റ്റ് അറിയാൻ വേണ്ടി മാത്രം പറഞ്ഞാണ്. ഇനി നോക്കുക, ശ്രദ്ധിച്ച് നോക്കുക, പ്രോഗ്രഷൻ ബോണസ് ആണ്. ഇനി 3ാമത്തെ വരുമാനം നോക്കാം, പവർ ഓഫ് 4. 4 ഓർഗനൈസേഷനെ കൊണ്ടുവരികയാണെങ്കിൽ 4 ഓർഗനൈസേഷനും 3000 പ്രൊഡക്റ്റ് അല്ലെങ്കിൽ 50 പോയിന്റ് വാല്യൂവിന്റെ പ്രൊഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ അവർക്ക് കമ്പനി അവരൊരു പ്രത്യേക രീതിയിലൊരു അവാർഡ് കൊടുക്കുന്നുണ്ട്. അവർ ബിസിനസ്സിൽ പവർ ഓഫ് 4 എന്ന് പറയും. അതിന് മൈൽസ് നമ്പർ 1 എത്തുമ്പോൾ ഒരു ക്യാഷ് 2 ഷെയർ കൊടുക്കുന്നുണ്ട്. ഓരോ മാസം എത്ര ഷെയർ അതിന്റെ പൈസ ലഭിക്കും. എങ്കിലും 1000 കുറയാത്ത എമൗണ്ട് ലഭിക്കും. 2 മൈൽസ് നമ്പർ 2 എത്തുമ്പോൾ അവര് 4 പേര് സ്പോൺസർ ചെയ്ത് 4 പേരും അവരുടെ ഗ്രൂപ്പിനകത്ത് മൊത്തം 16 പേരോ അല്ലെങ്കിൽ 12 പേരോ വരികയാണെങ്കിൽ 14 പേര് വന്നാൽ ഏറ്റവും ബെസ്റ്റ് നമുക്ക് ഡയറക്ടർ ആകാൻ പറ്റും. 12 പേരും 50 ബിയുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ, അവരുടെ താഴെ വരുന്ന 12 പേര് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മൈൽസ് നമ്പർ 2 എത്താൻ പറ്റും. രണ്ടിൽ ഏതായാലും നിങ്ങൾക്ക് 4 ഷെയർ ലഭിക്കും. ഡയറക്ടർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ 1100 പോയിന്റ് വാല്യൂ. അപ്പോ ഞാൻ പറഞ്ഞു 1100 പോയിന്റ് വാല്യൂ ചെയ്യുന്ന വ്യക്തി 50 പോയിന്റ് വാല്യൂ, അതിന് 3000 ഏതാണ് 3000 ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചാൽ മതി, അതിന് ഡയറക്ടർ റാങ്കിലേക്ക് പ്രവേശിക്കും. കമ്പനി നേരത്തെ പറഞ്ഞ ഡയറക്ടർ ബോണസും
അതുപോലെ വെഹിക്കിൾ ബോണസ് ഒരു 2,500 രൂപ ഒരു മാസം ലഭിക്കും ഡയറക്ടർ ആവുന്ന വ്യക്തിക്ക്. നാഷണൽ ട്രാവൽ ബോണസ് ഒരു മാസം അതിനും 5,000 ലഭിക്കും. 5,000 രൂപ വരെ, മാക്സിമം 5,000 വരെ. 5,000 രൂപ എന്ന് പറയുന്നത് 5,000 രൂപ വരെ ലഭിക്കും മാക്സിമം. അതിന് ബിസിനസ് ആസ്പദമാക്കിയിട്ടാണ് ആ തുക ലഭിക്കുന്നത്. ഇത് 3 ലഭിക്കും കണ്ടോ. ഈ 3 പൂള് നമുക്ക് ജസ്റ്റ് ഡയറക്റ്റ് ആയി ലഭിക്കും. 17%, 3% ആണ്. ഇതിന് രസകരമായ കാര്യം, നമുക്കിങ്ങനെ ഓരോ കാൽക്കുലേഷനിൽ പ്ലാൻ ചെയ്ത് ഓരോ ലെവലിൽ നമുക്ക് എത്താൻ സാധിക്കും എന്നാണ് അതിന്റെ പ്രത്യേകത. ദെൻ നമുക്ക് കൂടുതൽ ഡയറക്ടർമാരെ താഴെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു വ്യക്തി അദ്ദേഹം താഴെ ഒരു ഡയറക്ടർ ക്രിയേറ്റ് ചെയ്ത് അദ്ദേഹം സീനിയർ ഡയറക്ടർ ലെവലിലേക്ക് എത്തും. അപ്പൊ അതിന് ഡയറക്ടർ ബോണസ് വേറെ ലഭിക്കും. ഉണ്ടോ, 15 ടൈറ്റിൽസ് വേറെ ലഭിക്കുക. ഈ 15 ടൈറ്റിൽസും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഡയറക്ടർ ബോണസ്, സീനിയർ ഡയറക്ടർ ബോണസ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ഉണ്ടോ, സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ഇപ്പൊ കാർ അച്ചീവറായി. ഡയറക്ടർ ബോണസ് നമ്മൾ നേരത്തെ പറഞ്ഞ 3 വരുമാനം. സീനിയർ ഡയറക്ടർ ബോണസ് അതിന് മെന്റർഷിപ്പ് ബോണസ് ലഭിക്കും. ഉണ്ടോ, ഒരു ലെഗ് ക്വാളിഫൈ ചെയ്താൽ മതി. എക്സിക്യൂട്ടീവ് ഡയറക്ടർ 2 ഓർഗനൈസേഷൻ ഡയറക്ടർ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി അതിന് വിദേശ ട്രിപ്പ് ലഭിക്കുന്ന അവസ്ഥയിൽ. 3 ഗ്രൂപ്പ് ഡയറക്ടർ ആയി കഴിഞ്ഞാൽ, വ്യത്യസ്ത ഗ്രൂപ്പ് ഡയറക്ടർ ആയി കഴിഞ്ഞാൽ അദ്ദേഹം കാർ ഫണ്ടിലേക്ക് പ്രവേശിച്ചു, സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടറിലേക്ക് മാറി. 4 ഡയറക്ടറാണ് അദ്ദേഹം പ്ലാറ്റിനം ഡയറക്ടർ എന്നറിയപ്പെടും. അദ്ദേഹം വീട് വെക്കാനുള്ള ഫണ്ടിലേക്ക് പ്രവേശിക്കും. റെഡ് ഡയമണ്ട് പറഞ്ഞാൽ 2 സീനിയർ ഡയറക്ടറും 2 എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയി കഴിഞ്ഞാൽ അദ്ദേഹം റെഡ് ഡയമണ്ട് ആയി. അതിന് ഒരു 3 ലക്ഷം വരെ വരുമാനം ലഭിക്കും. പിന്നെ ഡബിൾ റെഡ് ഡയമണ്ട് ഒരു 10 വലിയ എമൗണ്ട്, അവർക്ക് 3 ലക്ഷത്തിനും 10 ലക്ഷത്തിനൊക്കെ വരുമാനം ലഭിക്കും. അങ്ങനെ ബ്ലൂ ഡയമണ്ട് ഒക്കെ ഒരു ഹ്യൂജ് വരുമാനം വാങ്ങിക്കുന്ന വ്യക്തികളാണ്. ഇത് നമുക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ടൊരു പൊസിഷൻ. അത് നമ്മുടെ ഇൻകത്തിന് നമ്മളാ ലിമിറ്റ് നശിക്കണം, വേറെ ആരും ലിമിറ്റ് കമ്പനി നശിക്കുന്നില്ല. നിങ്ങൾ എത്ര വോളിയം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്ര ഇൻകം കമ്പനി കൊടുക്കാൻ തയ്യാറാണ്. കമ്പനി ആ നിശ്ചിതമായ രീതിയിൽ പ്ലാൻ ചെയ്യുന്നുള്ളൂ. ഒരു ഡയറക്ടർ തൊട്ട് സീനിയർ വരെ 50 PE ബിസിനസ് ചെയ്യാതെ നമുക്ക് ഈ വരുമാനം ലഭിക്കും. പ്ലാറ്റിനം ആക്കിയ 100 PE ചെയ്യണം. റെഡ് ഡയമണ്ട് ആക്കി കഴിഞ്ഞാൽ നമ്മൾ 200 PE തൊട്ട് ചെയ്യണം. ബ്ലൂ ഡയമണ്ട് ആക്കി കഴിഞ്ഞാൽ 300 PE പേഴ്സണൽ PE ചെയ്യണം. ഇത് മാത്രം അറിയേണ്ട ആവശ്യമുള്ളൂ. മെന്റർഷിപ്പ് ബോണസ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ താഴെ ഒരു ഗ്രൂപ്പ് ഡയറക്ടർ വന്നു, ആ ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്ത് നമുക്ക് മെന്റർഷിപ്പ് ബോണസ് ലഭിക്കുന്നു. 7ാമത്തെ വരുമാനം. 8ാമത്തെ വരുമാനം വേൾഡ് ടൂർ ഫണ്ടാണ്. 6% നമുക്ക് 30,000 രൂപ വരെ ഒരു മാസം മാക്സിമം ലഭിക്കും വേൾഡ് ടൂർ ഫണ്ട് മാത്രമായിട്ട്. ലക്ഷ്മി കാർ ഫണ്ട് 3 ഓർഗനൈസേഷൻ ഡയറക്ടറുമ്പോൾ SCD എന്നറിയപ്പെടും, സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. അതിന് മേളിലേക്ക് എല്ലാവർക്കും തന്നെ ഒരു മാസം 40,000 രൂപ വരെ കാർ വാങ്ങിക്കാനുള്ള ഫണ്ട്. അപ്പോൾ കാർ വാങ്ങിക്കാൻ നമ്മൾ ചെയ്യേണ്ടത്, ആ ലെവലിൽ എത്തിയ ശേഷം അടുത്തുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട കാർ ഏതോ വാങ്ങിക്കുന്ന ആ കാറിന്റെ ബ്രോഷർ എടുത്തിട്ട് റെഡിയാക്കി ഫില്ല് ചെയ്ത് അവരുടെ ഇൻവോയ്സ് വാങ്ങിച്ച് ഇൻവോയ്സ് നേരെ കമ്പനിക്ക് അയച്ചു കൊടുത്താൽ കമ്പനി നേരെ കാർ ഷോറൂമിലേക്ക് അവർ ഫണ്ട് നമുക്ക് എല്ലാ അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട് എത്രയാണോ ആ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് ആ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് കാർ വാങ്ങിക്കാൻ പറ്റും. സോ 4 ഓർഗനൈസേഷൻ നമുക്ക് വീട് വെക്കാനുള്ള ഫണ്ട് ലഭിക്കും. 50,000 രൂപ വരെ ഒരു മാസം മാക്സിമം ഈ ഫണ്ട് ലഭിക്കുള്ളൂ. എത്ര കൂടിയാലും അത്രേ തരുള്ളൂ. ദെൻ റെഡ് ഡയമണ്ട് ക്ലബ് ബോണസിൽ നമുക്ക് 4% പൂളുണ്ട്. ഇത് വലിയൊരു വരുമാനമാണ്. നമുക്ക് ഡയമണ്ട് ബോണസ് പൂൾ തന്നെ 3 ലക്ഷം വരെ വരുമാനം വാങ്ങിക്കാനുള്ള അവസരം ഇതിനകത്തുണ്ട്. ബ്ലൂ ഡയമണ്ട് പൂളിൽ നമുക്ക് ഒരു 10 ലക്ഷം വരെ വരുമാനം വാങ്ങിക്കാനുള്ള അവസരം ഇതിനകത്തുണ്ട്. ഇങ്ങനെ ജസ്റ്റ് 4 ലെഗിലൂടെ തന്നെ നമുക്ക് ഒരു 4% തൊട്ട് പവർ 4 തൊട്ട് ഡയറക്ടർ തൊട്ട് പ്ലാറ്റിനം ഡയറക്ടർ തൊട്ട് ഗ്ലോബൽ ബ്ലൂ ഡയമണ്ട് വരെ എത്താനുള്ള ഒരു വലിയ പ്ലാൻ ഇതായിരിക്കണം. ഇത്തരത്തില് നമുക്ക് ഡയറക്ടർ ബോണസ് ഡയറക്ടർ തൊട്ട് മേളിലെ എല്ലാവരും ലഭിക്കും. വെഹിക്കിൾ ബോണസ് ഡയറക്ടർക്കും സീനിയർക്കും മാത്രമേ ലഭിക്കുള്ളൂ. നമുക്ക് മറിച്ച് സീനിയർക്ക് മാത്രം ലഭിക്കുന്ന ഫണ്ട് മെന്റർഷിപ്പ് ബോണസ്, അത് അവർക്ക് മാത്രമേ ലഭിക്കുള്ളൂ. അങ്ങനെ തുടങ്ങി മെന്റർഷിപ്പ് ബോണസ് പിന്നെ ആ ഗ്രൂപ്പിൽ വരുന്ന എല്ലാവർക്കും ലഭിക്കും. വേൾഡ് ടൂർ ഫണ്ട് നമുക്ക് ED തൊട്ട് എക്സിക്യൂട്ടീവ് തൊട്ട് മേളിലേക്ക് ലഭിക്കും. സീനിയർ എക്സിക്യൂട്ടീവ് ലെവലിൽ നമുക്ക് കാർ ഫണ്ട് ലഭിക്കുന്നു. ആ ഗ്രൂപ്പിൽ വരുന്ന എല്ലാ ലെവലും കിട്ടും. ഇങ്ങനെ വൈവിധ്യമായ ഇൻകം നമുക്ക് വേണ്ടി കാത്തിരിക്കാം. നമുക്കിത് പഠിപ്പിക്കാൻ വേണ്ടി റോഡ് ടു ഫ്രീഡം എന്നൊരു ആപ്പ് നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. SPB എന്നൊരു അക്കാഡമി ഉണ്ട് കേട്ടോ. ഇത്രയും നമുക്ക് അക്കാഡമികൾ നമുക്ക് യൂട്യൂബിൽ ലഭിക്കുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ഈ കാര്യം പ്ലാൻ ചെയ്ത് നമ്മുടെ പ്രിയപ്പെട്ട സ്പോൺസറുടെ സഹായത്തോടുകൂടി സക്സസ് പ്രിൻസിപ്പിൾസ് ബൈ മോദി കെയർ എന്ന സൈറ്റിൽ കയറി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. നിങ്ങൾ സ്വയം ആൻസർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ മോദി കെയർ ഫാമിലിക്ക് ആദ്യമായി സ്വാഗതം ചെയ്യണം. നിങ്ങൾ സ്വയം ചോദിച്ചതിന്റെ കാര്യം, ഇഫ് നോട്ട് മോദി കെയർ ദെൻ വാട്ട്? മോദി കെയറിനെ പോലെ ഇത്രയും സത്യസന്ധമായ ബിസിനസ് കഴിഞ്ഞ 29 വർഷമായിട്ട് ഇന്ത്യ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുവരെ അറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഈ പ്ലാനിലൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റിയാൽ അത് വലിയ ഭാഗ്യമാണ്. ഇഫ് നോട്ട് യു, നിങ്ങളല്ലെങ്കിൽ ദെൻ ഹു? ആരാധന ചെയ്യാൻ പോകുന്നു? ഇഫ് നോട്ട് നാവ്, ഇപ്പോഴല്ലെങ്കിൽ ദെൻ വെൻ? എപ്പോഴാണ് ചെയ്യാൻ പോകുന്നു? ജേർണി ഓഫ് 1000 മൈൽസ് സ്റ്റാർട്ട്സ് വിത്ത് എ സിംഗിൾ സ്റ്റെപ്പ്. നമുക്കൊരു 1000 മൈൽ യാത്ര ചെയ്യാനുണ്ട്. അതിന്റെ ആദ്യ പടി ഇന്ന് തന്നെ ആരംഭിക്കാൻ ശ്രമിക്കുക. ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടുഡേ. നിങ്ങളെ ആരാണോ ഇൻവൈറ്റ് ചെയ്തത്, ആര് വഴിക്കാണ് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത്, അവരുമായിട്ട്
കൂടെ ഇരുന്ന് പ്ലാൻ ചെയ്ത് മുമ്പോട്ട് പോകേണ്ട ബിസിനസ്സാണ്. വെറുതെ ജോയിൻ ചെയ്തുകൊണ്ട് വരുമാനം കിട്ടുന്ന ബിസിനസ് അല്ലത്. ഇത് പ്യുവർ പ്രൊഡക്റ്റ് ബേസ്ഡ് ബിസിനസ്. ഈ പ്രൊഡക്റ്റും പ്ലാനുമാണ് അതിന്റെ ഏറ്റവും ബേസ് വരുന്നത്. സോ എല്ലാവർക്കും ഞാൻ മനോഹരമായ ഒരു ദിവസം ആശംസിക്കുകയാണ്. ഈ പ്ലാൻ കേട്ട ദിവസം നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു വഴിത്തിരിവായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. തീർച്ചയായിട്ടും എന്റെ ജീവിതത്തില് വലിയ മാറ്റങ്ങളാണ്. ഞാൻ ഈ ബാക്കിൽ കുറെ സ്വപ്നം എഴുതിയിട്ടുണ്ട്. ഈ സ്വപ്നങ്ങളെ പൂർത്തീകരിക്കാൻ എന്നെ ഇപ്പൊ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്കൊരു ബ്രാൻഡ് ന്യൂ കാർ വാങ്ങിക്കാൻ സഹായിച്ചതും ഇതിലൂടെ തന്നെയാണ്. ശരിക്കും ഞാൻ അതിനകത്ത് അങ്ങേറ്റം ഈ ബിസിനസ് കടപ്പെട്ടിരിക്കുന്നു. ഇത് രാജ്യത്തിന് വേണ്ടി ഇത് ബിസിനസ് കോൺട്രിബ്യൂട്ട് ചെയ്യാണ്. ഇത് നമ്മൾ തന്നെ ചെയ്യുന്നതല്ല, രാജ്യത്തിന്റെ പുരോഗതിക്ക് ഉതകും വിധം ഈ കമ്പനി ചെയ്യേണ്ടത്. ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഒന്നും ഇതിനകത്തില്ല. ഇത് പ്യുവർ ബിസിനസ് ആണ്. നാട്ടിൽ നടക്കുന്ന മറ്റുള്ള കമ്പനിയോട് എനിക്ക് കമ്പയർ ചെയ്യരുത്. ഇന്ത്യയിലെ ആദ്യത്തെ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് മോദികെയർ. എനിക്കത് ഇഷ്ടപ്പെടാൻ കാരണം ഞാൻ ഇൻഡസ്ട്രിയെ കുറിച്ച് പഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതിൽ നിന്ന് ഒരു ഗവൺമെന്റ് സർവീസിൽ നിന്ന് വർക്ക് ചെയ്തത് എനിക്ക് ഈ പ്ലാൻ കണ്ടപ്പോൾ എന്തോ പ്രത്യേകത തോന്നി. രാജ്യത്തിന്റെ പുരോഗതിക്ക് ഉതകുന്ന വളരെ സത്യസന്ധമായിട്ടുള്ള ഉൽപ്പന്നങ്ങളും വൈവിധ്യമായ അതിന്റെ രീതികളും മറ്റൊന്നും കമ്പനി നിർദ്ദേശിക്കാത്ത ഒരു കേർട്ടസി, ഒരു നന്ദിയോടെ സ്മരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അടുത്ത് കണ്ടപ്പോഴാണ് ഈ ബിസിനസ് ഇത്ര അട്രാക്റ്റീവ് ആണെങ്കിൽ മനസ്സിലായത്. ഇതിലൂടെ ചെയ്യുന്നതെന്ന് വലിയ രീതിയിൽ എൻ്റെ സ്പോൺസർ അടക്കം അവരുടെ ഗൈഡൻസും കമ്പനിയുടെ ഗൈഡൻസും നിരന്തരമായിട്ടുള്ള കമ്പനിയുടെ ട്രെയിനിങ്ങുകളും അവരോട് തന്നെ ബിസിനസ് ചെയ്യാൻ പാടുള്ളൂ. തന്നെ മറ്റുള്ള അറിയാത്ത ആൾക്കാരുടെ അഭിപ്രായം ചോദിച്ച ബിസിനസ് ഒരിക്കലും ചെയ്യാൻ ശ്രമിക്കരുത്. അത് നിങ്ങളുടെ ഭാവി തന്നെ ഇല്ലാതെ കളയും. ഈ ബിസിനസ് അത്രയും ശോഭനമായ ഭാവിയുള്ള ബിസിനസ്സാണ്. നിങ്ങൾക്ക് ഇതിലൂടെ എല്ലാ സ്വപ്നങ്ങളും പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ്. സീ യു അറ്റ് ദ ടോപ്പ്. താങ്ക് യു.